ദൈവമേ, മനസ്സിലാക്കുവാനും തക്കവണ്ണം തരുന്ന അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മർത്തമറി വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ പ്രവർത്തകരെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ വരാൻ പോകുന്ന MMES ആനുവൽ എക്സാം ഏറ്റവും ഭംഗിയായി ധാരാളം പേര് അതിൽ പങ്കുചേരുവാനും ദൈവമേ അതിൽ കൂടി ദൈവമേ അങ്ങേ മനസ്സിലാക്കുവാനും തക്കവണ്ണം ഇടയാക്കണമേ. ദൈവമേ, ഈ സഹോദരിമാരിൽ കൂടി ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഇവിടെ നിന്ന് പഠിക്കുന്ന വചനങ്ങൾ, മനസ്സിലാക്കുന്ന ചിന്തകളൊക്കെ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഇടവകയുടെ ശുശ്രൂഷയിലുമൊക്കെ ദൈവമേ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ നീ എടുത്ത് ഉപയോഗിക്കണമേ. ധാരാളം താലന്തുകൾ ദൈവമേ ഞങ്ങൾക്ക് നീ തരുന്നുണ്ട്. അതെല്ലാം സമയാസമയങ്ങളിൽ തക്കതായി വിനിയോഗിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഇന്നേ ദിവസം വചനം പഠിപ്പിക്കുന്ന ഡാലിയ കൊച്ചമ്മയെ ദൈവസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മകള് ചെയ്യുന്ന ശുശ്രൂഷകൾ അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം, അനേകർക്ക് സന്തോഷം പകരുവാൻ തക്കവണ്ണം, അനേകർക്ക് അറിവ് നൽകുവാൻ തക്കവണ്ണം ഇടയാകണമേ. ദൈവമേ, അടിയങ്ങള് എളിയവരായ ദാസരാകുന്നു. ദൈവമേ, മറ്റുള്ളവരിൽ കൂടി നീ ചെയ്യുന്ന വൻ കാര്യങ്ങൾ അതിന്റെ ഭാഗമാകുവാൻ തക്കവണ്ണം അടിയങ്ങളെയും ഇടയാക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ദൂരെയും ചാരിയുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമേ, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, സഹായിക്കുന്നവരെ, എക്സാം എഴുതുവാൻ തക്കവണ്ണം തയ്യാറെടുക്കുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സഹോദരിമാരെ, അമ്മമാരെ, ഇന്ന് ക്ലാസ് എടുക്കുന്ന പ്രിയപ്പെട്ട ഡാലിയ കൊച്ചമ്മ, ഒരേ മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ ആമുഖ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളാം. ഈ വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ സെക്കൻഡ് സെഷനാണിത്. കഴിഞ്ഞ വെനസ്ഡേ ആണ് ഫസ്റ്റ് സെഷൻ നമ്മൾ ആരംഭിച്ചത്. ഇനിയുള്ള വെനസ്ഡേകളിലൊക്കെ ഓരോ സെഷൻസ് വീതം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഡാലിയ കൊച്ചമ്മയാണ്. കൊച്ചമ്മയെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ മർത്തമറിയ വനിതാ സമാജത്തിന്റെ ആനുവൽ എക്സാം എഴുതുന്ന നിങ്ങൾക്കൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കൊച്ചമ്മയെ പരിചയമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. കൊച്ചമ്മയുടെ ഒരക്ഷീണ പരിശ്രമം പലപ്പോഴും ഈ എക്സാമിന്റെ കാര്യത്തിൽ കൊച്ചമ്മ നമുക്ക് നൽകാറുണ്ട്. കാരണം അതിനുവേണ്ടി സമയം കണ്ടെത്തി ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്ത് യൂട്യൂബിലും മറ്റു മാർഗങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് നൽകാറുണ്ട്. എനിക്കത് വളരെ ഡയറക്റ്റായിട്ട് അറിയാം. കാരണം ഞാനും ജിതിനച്ഛനും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞ 3 വർഷം ഒരുമിച്ച് ചെന്നൈയിൽ സെർവ് ചെയ്യാൻ തക്കവണ്ണം സഹായിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ കൊച്ചമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി സമയം കണ്ട് രാത്രിയൊക്കെ അറിയാമല്ലോ, ഇത് മുഴുവൻ പഠിക്കണം, പിന്നെ ഇത് റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് അത് കറക്റ്റായിട്ട് സീക്വൻസ് ആക്കി അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യണം. ഇത്രയും ജോലിയുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഉറക്കളച്ചിരുന്ന് കൊച്ചമ്മ ചെയ്യുന്ന കാര്യം എനിക്കറിയാം. അത്രയും ഒരു ആത്മാർത്ഥതയും ഇതിൻ്റെ പിന്നില്
എനിക്ക് തോന്നുന്നു അധികം പേര് എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് കൊച്ചമ്മയുടെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്നാ പറ്റിയെന്നറിയത്തില്ല കേട്ടോ, ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയിപ്പോയി. കൊച്ചമ്മ അത്രമാത്രം ഇതിന്റെ പിന്നില് പരിശ്രമിക്കുന്നുള്ള കാര്യം നമുക്കറിയാം. അത് തീർച്ചയായിട്ടും അത് ദൈവത്തോടുള്ള ബന്ധത്തിലും ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും ഒക്കെ അതിന്റെ പിന്നിലുണ്ട്, അധ്വാനത്തിൽ. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സിന് കൊച്ചമ്മയെ കിട്ടിയതിലുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കൊച്ചമ്മയെ ഒഫീഷ്യലായിട്ട് സ്വാഗതം ചെയ്യുവാൻ തക്കവണ്ണം ഓൾറെഡി അതിനുവേണ്ടി ആളുണ്ട്. എന്നാലും ഔപചാരികരുടെ പേരിൽ മാത്രം കൊച്ചമ്മയെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ അനീഷ് അച്ഛ, ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഡാലിയ കൊച്ചമ്മ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളുമേ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട്, പക്ഷെ അച്ഛൻ്റെ അത്ര ആവത്തില്ല, പക്ഷെ എന്നാലും കൊച്ചമ്മേനെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ കൊച്ചമ്മ എല്ലാവർക്കും സുപരിചിതയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും എക്സാം എടുക്കാറാകുമ്പോഴത്തേക്കും എല്ലാവരുടെ വീടുകളിലും, പ്രത്യേകിച്ച് കിച്ചണിലും എല്ലാം കൊച്ചമ്മയുടെ സൗണ്ട് എപ്പോഴും എല്ലാവരുടെ വീടുകളുടെ കുട്ടികളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഇത്രയും തിരക്കുകളുടെ ഇടയിൽ നമ്മളെ പോലെ തന്നെ പിള്ളേരും, അതായത് വീട്ടിലെ ജോലിയും പുറത്തെ ജോലി മീൻസ് ഓഫീസ് വർക്കും എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ന് പറഞ്ഞതുപോലെ കൊച്ചമ്മയ്ക്ക് അവധിയായിരുന്നു. എല്ലാവരും വീട്ടിലുള്ളപ്പം ഒരുമിച്ച് സന്തോഷിച്ചിരിക്കേണ്ട സമയത്ത് നമുക്ക് വേണ്ടി ഈ സമയം മാറ്റിവെച്ചത്, അത് ഞാൻ ഓർത്തു പോകുന്നു. അനീഷച്ചൻ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എസ്തേർ സ്വന്തം വംശജയ്ക്ക് വേണ്ടി ഉള്ള കരുതലും സംരക്ഷണവും പോലെ കൊച്ചമ്മ നമുക്ക് വേണ്ടി, നമ്മുടെ സ്ത്രീകളുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി കൊച്ചമ്മയുടെ ആ കരുതലും സംരക്ഷണം എന്ന് പറയുമ്പം കൊച്ചമ്മ ഈ പ്രത്യേകിച്ച് ഈ ഒരു ഗ്രൂപ്പിനെ, ഇതുപോലെയുള്ള പല ഗ്രൂപ്പുകളെ, അമ്മമാരെ, സ്ത്രീകളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കും തോറും ആ കുടുംബങ്ങളും അവർ ചെന്ന് കയറുന്ന ഓരോ കമ്മ്യൂണിറ്റിയും ആ ദേവാലയവും ആ സഭയും പൂർണ്ണമായിട്ടും സ്പിരിച്വൽ ഗ്രോത്തിൽ ഒത്തിരി മുന്നേറുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ലോകത്തെ തന്നെ ആത്മീയ വൽക്കരണത്തിലേക്കുള്ള ആ ഒരു രക്ഷാകര പ്രവൃത്തിയാണ് ഒരു കൊച്ചമ്മ ചെയ്യുന്നത്. കൊച്ചമ്മയ്ക്ക് ഇനിയും അതിനുള്ള ആയുസ്സും ആരോഗ്യവും അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ക്ലാസ് എടുക്കാനായിട്ട് കൊച്ചമ്മയെ ഒഫീഷ്യലായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മളോട് കൂടിയിരിക്കുന്ന എല്ലാവർക്കും, നമ്മളെല്ലാവരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. Thank you. അച്ഛാ, ക്ലാസ് തുടങ്ങുവാണോ അതോ? ക്ലാസ് തുടങ്ങും. ഓക്കെ, പ്ലീസ് സ്റ്റാർട്ട്. ഓക്കെ. എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമോ? ശരി. ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട അനീഷ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് മദ്രാസിലായിരിക്കുമ്പോൾ ഒരുമിച്ച് ഒരു ദേവാലയത്തിൽ ആയിരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏറ്റവും സ്നേഹമുള്ള ഒരു കുടുംബമാണ് അച്ഛനും കൊച്ചമ്മയും മക്കളെയും പ്രത്യേകം ഈ സമയത്ത് ഓർക്കുന്നു. അച്ഛനെ പോലെ നേതൃപാടവമുള്ള ഒരു വൈദികനെ മർത്തമറിയം, ഏഷ്യ പസഫിക്കിന്റെ മർത്തമറിയം നയിക്കാൻ തക്കവണ്ണം ലഭിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് സംശയമില്ലാതെ നിങ്ങൾക്ക് അത് വലിയ ഉയരത്തിലേക്ക് മർത്തമറിയം എത്താൻ തക്കവണ്ണം അതിന് നല്ലതായിട്ട് ദൈവം നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം അച്ഛ. അതോടൊപ്പം
സിഡ്നിയും ബ്രിസ്ബെയിനും റീജിയണിലുള്ള ക്രൗഡ് എനിക്ക് പുതിയൊരു ക്രൗഡല്ല. വളരെയധികം സ്നേഹമുള്ള ഒരുപാട് ആളുകളാണ്. കുറച്ച് ഏറെ പുതിയ പേരുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും വളരെയധികം അടുപ്പവും സ്നേഹവുമുള്ള കുറേ പേരുകൾ ഇതിനകത്തിൽ കാണുന്നു എന്നുള്ളത് ഒത്തിരി അധികം സന്തോഷം. അതിനോടൊപ്പം കുറച്ച് നൊസ്റ്റാൾജിയ. കാരണം 2018 ജിതിനച്ഛന് വികാരിയായിട്ട്, അന്നത്തെ ഇപ്പോഴത്തെ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ വികാരിയായിട്ട് ഞങ്ങൾ സിഡ്നിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം കോവിഡിന്റെ സമയത്ത് 2020 സമയത്ത് ഇപ്പോഴത്തെ ഏഷ്യ പസഫിക് മർത്തമറിയം സമാജത്തിന്റെ ഡയോസിസ് സെക്രട്ടറി സിബി അലക്സാണ്ടറും അന്നത്തെ യൂണിറ്റ് സെക്രട്ടറി ടീന നവീനുമാണ് ആ സമയത്ത് ഞങ്ങളുടെ മർത്തമറിയം സമാജം നയിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആദ്യമായിട്ട് ഈ ദേവാലയത്തിൽ വെച്ചിട്ട് മർത്തമറിയം പരീക്ഷ എഴുതാമെന്ന് തീരുമാനിക്കുകയും കുറച്ചു പേർ മുന്നോട്ട് വരികയും അങ്ങനെ അച്ഛനും കൊച്ചമ്മയും കൂടെ ക്ലാസ്സസ് എടുത്ത് തരാമോ എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ആദ്യത്തെ ഒരു സൂം ക്ലാസ്, ഒരു 7-8-9 പേര് ചേർന്നിട്ടുള്ള ഒരു സൂം ക്ലാസ് അന്ന് കയറാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു യൂട്യൂബിലൂടെ നമുക്കിത് ലിങ്കായിട്ട് അയക്കാം കൊച്ചമ്മ എന്നൊക്കെയുള്ള ആശയങ്ങളും ഒക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഇപ്പൊ 2025 5 വർഷമായി. 5 വർഷമായിട്ട് ഇങ്ങനെ വേദപുസ്തകം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഉള്ള അനുഗ്രഹവും എനിക്ക് അതിനുള്ള ഒരു ആഗ്രഹവും എല്ലാം ഇൻസ്പയർ ചെയ്തതും ഒരുക്കി തന്നതും എല്ലാം അന്ന് ആ ദേവാലയവും ദേവാലയത്തിന്റെ മർത്തമറിയം സമാജം അംഗങ്ങളുമാണ്. ഈ സമയത്ത് ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം സിബി ചേച്ചി പ്രത്യേകിച്ച് എല്ലാ വർഷവും ടെക്സ്റ്റ് ബുക്ക് വരുന്ന ഉടനെ ഏറ്റവും ആദ്യം എനിക്ക് ബുക്ക് അയച്ചു തരുന്നത് സിബി ചേച്ചിയാണ്, സിബി അലക്സാണ്ടർ ആണ്. എന്നിട്ട് കൊച്ചമ്മ ഈ വർഷം ക്ലാസ് എത്രയും വേഗം വിടണമെന്നൊക്കെ ഇങ്ങനെ എല്ലാ വർഷവും ഒരു ഇൻസ്പിറേഷനാണ്. ഈ സമയത്ത് അതെല്ലാം നന്ദിയോടുകൂടെ ഓർക്കുന്നു. അതോടൊപ്പം ബ്രിസ്ബെയിനിലും അവിടെ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അവിടെ വരികയും ഒരുപാട് പേരെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. ഇങ്ങനെ ഒരു സൂം മീറ്റിങ്ങിൽ കൂടി നിങ്ങളെയൊക്കെ ഒരു പ്രാവശ്യവും കൂടി കാണാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതോടൊപ്പം ഇപ്പോഴും ഈ ബൈബിൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. വേദപുസ്തകം പഠിക്കുവാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനുവേണ്ടി മുന്നോട്ട് വന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. എന്നെ വലിയൊരു സിലബസ് ആണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ടീന വിളിച്ചിട്ട് 1, 2, 3 ചാപ്റ്റർ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സാധ്യത ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ ചിലപ്പം കണ്ടന്റ് കൂടുമ്പോൾ ഞാൻ ചിലപ്പോൾ സ്പീഡ് കൂട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി, അപ്പം ഞാൻ പിടിച്ചോളാം. ഓക്കെ, ശരി. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ വർഷം നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന പുസ്തകം ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്തേർ, വീണ്ടെടുക്കുന്ന ക്രിസ്തു റൂത്ത് എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്നുള്ളതാണ് ഈ വർഷം നമുക്ക് പഠിക്കുവാൻ വേണ്ടി ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന പുസ്തകം. നിങ്ങൾക്കെല്ലാം അത് കിട്ടി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിൽ കഴിഞ്ഞ ഒരു ക്ലാസ് നിങ്ങൾ ഒരുപക്ഷെ റൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നിങ്ങൾ പഠിച്ചത്. അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം ആരാണ് റൂത്ത് എന്നുള്ളതാണ്. ആരാണ് റൂത്ത്? തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷവും അമ്മായി അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് പരിചരിക്കുകയും അമ്മായി അമ്മയുടെ ദൈവത്തെ സ്വന്തം ദൈവമായി കണ്ട് സ്നേഹിക്കുകയും ചെയ്തതിനാൽ എന്ത് സംഭവിച്ചു? രൂത്തിന് ദൈവം മനുഷ്യനു വേണ്ടി ഒരുക്കിയ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാവുകയും അതോടൊപ്പം യേശുവിന്റെ വംശാവലിയുടെ ഭാഗമാവുകയും ചെയ്യുവാൻ സാധിച്ച ഭാഗ്യം ലഭിച്ച സ്ത്രീയാണ് രൂത്ത് എന്നുള്ളത് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചു കാണുമായിരിക്കും. ഇതാണ് രൂത്തിന്റെ പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഈ 3 ചാപ്റ്റേഴ്സിൽ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂത്തിന്റെ പുസ്തകത്തിന്റെ ചില പ്രത്യേകതകൾ, അതോടൊപ്പം തന്നെ രൂത്തിന്റെ പുസ്തകം 1, 2, 3 അധ്യായങ്ങളുടെ ഉള്ളടക്കം. ഇതായിരിക്കും നമ്മൾ ഇന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. രൂത്തിന്റെ പുസ്തകം എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര പുസ്തകമുണ്ട്? എത്ര അധ്യായമുണ്ട്? ആകെപ്പാടെ 4 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തെ പറ്റി ഇംഗ്ലണ്ടിലെ മഹാകവിയായിരിക്കുന്ന ടെന്നിസൺ പറയുന്നത് ഇപ്രകാരമാണ്: റൂത്ത് is a poem that leaves no room for further improvement for any poet. അതായത് കവികൾക്ക് ഇനിയും മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മനോഹരമായ കവിതയാണ് രൂത്തിന്റെ പുസ്തകം എന്നാണ് എല്ലാവരും ഇതിനെ വാഴ്ത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ പുസ്തകത്തിന്റെ ചിത്രീകരണ രീതിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? 1, സുന്ദരമായ ഭാഷാരീതി. 2, മൃദുലങ്ങളായ ചിന്തകൾ. 3,
ഉത്കൃഷ്ടമായ വികാരങ്ങൾ, ആഴമായ മതവിശ്വാസം, ആകർഷകമായ അവതരണ രീതി. ഞാൻ ഇങ്ങനെയൊക്കെ കട്ടിയുള്ള മലയാളം വാക്കുകൾ പറയുമ്പം ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പ്രയാസം കാണും. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, The Book of Ruth is a beautiful book which has got elegant prose, beautiful language style, subtle thoughts, noble emotions, deep religious faith, and all of this portrayed in an appealing way. ഇതാണ് രൂത്തിന്റെ പുസ്തകത്തിന്റെ ചിത്രീകരണ രീതിയുടെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഒറ്റ വാക്യത്തിൽ പറയാൻ സാധിക്കുന്നത്. ഇനിയും ആരാണ് ഈ പുസ്തകത്തിന്റെ ഓഥർ ആൻഡ് വെൻ വാസ് ദിസ് ബുക്ക് റിട്ടൺ? ആരാണ് ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥ രചയിതാവ് അല്ലെങ്കിൽ ഗ്രന്ഥകർത്താവ് എന്നുള്ളത് അതിനെപ്പറ്റി വലിയ സൂചനയൊന്നും ഇല്ലെങ്കിൽ തന്നെയും അക്കോർഡിംഗ് ടു ജൂയിഷ് റബ്ബൈസ് ഈ ഒരു പുസ്തകത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ, എഴുത്ത് ശൈലിക്ക് ശമൂവേലിന്റെ പുസ്തകങ്ങളോട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. സോ ദീസ് ബുക്സ്, the book of Ruth has got a writing style which is similar to the books of Samuel. നമുക്കറിയാം രൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? 1-2 ശമൂവേൽ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശമൂവേൽ പ്രവാചകനായിരിക്കാം ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് എന്നാണ് യഹൂദ റാബിമാരുടെ, അക്കോർഡിംഗ് ടു ജൂയിഷ് റബ്ബൈസ്, the author of the book could be Samuel the prophet എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഏത് കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലഘട്ടത്തിൽ 11 വർഷത്തെ സംഭവങ്ങളാണ് ഈ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അത് തന്നെയാണ് ചിന്തയെങ്കിലും ഇതിനെപ്പറ്റിയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇന്റൻഷൻ, വൺ ഓഫ് ദി പ്രൈമറി ഇന്റൻഷൻ ഓഫ് ദി ബുക്ക് ഈസ് ടു ലിങ്ക് റൂത്ത് ടു ഡേവിഡ് ആൻഡ് ത്രൂ ഡേവിഡ് ടു ക്രൈസ്റ്റ് അല്ലേ? റൂത്തിനെ ദാവീദിലേക്കും ദാവീദിലൂടെ ക്രിസ്തുവിന്റെ വംശാവലിയിലേക്കും ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ കൺക്ലൂഷനിൽ നമുക്ക് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റൻഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ദാവീദിനെ പറ്റി എഴുതാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ദാവീദിന്റെ ഒക്കെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് മേ ബി ആഫ്റ്റർ പോസ്റ്റ് എക്സിലിക് പീരീഡ്, പ്രവാസകാലമൊക്കെ കഴിഞ്ഞ് BC 4th or 5th century കാലഘട്ടത്തിലായിരിക്കാം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു വാദമുണ്ട്. എന്നിരുന്നാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ട്രഡീഷൻസ്, events are considered to have occurred around 1300 BC during the reign of judges. ഇസ്രായേൽ മക്കള് കനാൻ ദേശത്ത് വന്നിട്ട് അവരെ ആരാണ് ആദ്യകാലത്തൊക്കെ അവരെ ഭരിച്ചിരുന്നത്? ജഡ്ജസ് ആണ്, ന്യായാധിപന്മാരാണ്. അതിനുശേഷമാണ് രാജാക്കന്മാര്, ശൗല്, ദാവീദ്, സോളമൻ, ഇങ്ങനെ രാജാക്കന്മാരുടെ കാലഘട്ടമായത്. അപ്പം ഈ ന്യായാധിപന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ 11 വർഷത്തെ സംഭവങ്ങൾ, അപ്പം ഏകദേശം 1300 BC, 1300 BC ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ജഡ്ജസ്, ആ സമയത്തായിരിക്കാം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നുള്ള ചിന്തയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. നമ്മൾ ഇതുവരെ 3 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? 1, പുസ്തകത്തിന്റെ ചിത്രീകരണ രീതിയെ പറ്റി പറഞ്ഞു. 2, the author of the book could be prophet Samuel. ഇനി ടൈം ഓഫ് റൈറ്റിംഗ്, അതിനും പല ചിന്തകളുണ്ട്. ഇറ്റ് കുഡ് ബി BC 4th or 5th century ആഫ്റ്റർ പോസ്റ്റ് എക്സിലിക് പീരീഡ്. ഇനിയും അതല്ലാതെ ഇതിന്റെ കൂടുതൽ ചിന്ത എന്താണ്? 1300 BC, 1300 BC ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ജഡ്ജസ് എന്നുള്ളതാണ്. ഇനി ഈ പുസ്തകത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഇതിനെ രൂത്തിന്റെ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? രൂത്തിനെ ദാവീദിലോട്ടും ദാവീദിലൂടെ ക്രിസ്തുവിന്റെ വംശാവലിയിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ രചയിതാവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? റൂത്ത് ആരാണ്? റൂത്ത് ഇസ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഓഫ് ഡേവിഡ്. റൂത്ത് ദാവീദിന്റെ വലിയമ്മയാണ്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവാൻ സാധിക്കും. റൂത്ത് നമ്മളെ പോലെ തന്നെ വളരെ സാധാരണ ഒരു കുടുംബിനിയായ സ്ത്രീയാണ് അല്ലെ? ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് പോലെ ഉണ്ടാവുന്ന കുറെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് റൂത്ത്. തന്റെ ഭർത്താവ് മരണപ്പെട്ടു പോകുന്നു, മോവാബ് ദേശം വിട്ട് ബേത്ലഹേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് മറ്റൊരുവനെ വിവാഹം കഴിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന വളരെ മാനുഷികമായിട്ടുള്ള സാഹചര്യങ്ങൾ. എന്നാൽ ഇവിടെ നമുക്ക് അതിന്റെ മുകളിൽ കൂടി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? വളരെ ലളിതമായിട്ടുള്ള കുടുംബ സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും മനോഭാവങ്ങളെയും ഒക്കെ പരിശുദ്ധാത്മാവെ പ്രകാരം കൂട്ടിയിണക്കി ബന്ധിപ്പിച്ച്
ക്രിസ്തു എന്ന് പറയുന്ന വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് രൂത്തിന്റെ പുസ്തകം വ്യക്തമാക്കുന്നത്. ദ ബുക്ക് ഓഫ് റൂത്ത് എല്യൂസിഡേറ്റ്സ് how the Holy Spirit connects simple family circumstances and attitudes to guide them to a profound truth. ഇതൊക്കെ ചോദ്യമായിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. രൂത്തിന്റെ പുസ്തകം എന്ത് വ്യക്തമാക്കുന്നു എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ എന്താണ്? പരിശുദ്ധാത്മാവ് ലളിതമായ സാഹചര്യങ്ങളെയും മനോഭാവങ്ങളെയും എങ്ങനെ ബന്ധിപ്പിച്ച് ആഴമേറിയ സത്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് രൂത്തിന്റെ പുസ്തകം വ്യക്തമാക്കുന്നത്. ഇനിയും നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് രൂത്തിന്റെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്? 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ട്രാജഡി ഇൻ മോവാബ്, മോവാബിൽ വെച്ചുണ്ടായ ദുരന്തം. അതിനുശേഷം നവമീസ് ഡിസിഷൻ ടു റിട്ടേൺ, നവമിക്ക് തിരിച്ചു വരുവാനുള്ള തീരുമാനം. രൂത്തിന്റെ വിശ്വസ്ത പ്രതിബദ്ധത, റൂത്ത്സ് ലോയൽ കമ്മിറ്റ്മെന്റ് ആൻഡ് അറൈവൽ ഇൻ ബേത്ലഹേം, ബേത്ലഹേമിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ്. ഇത്രയുമാണ് 1-ാമത്തെ അധ്യായത്തിന്റെ ഉള്ളടക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു സീ സം ഹിസ്റ്ററി, കുറച്ച് ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മോവാബിയരും യഹൂദരും തമ്മിൽ, ജൂസ് ആൻഡ് മോവാബൈറ്റ്സ് തമ്മിൽ കുറച്ച് ബന്ധങ്ങളുണ്ട്. എന്താണ് അവരുടെ ബന്ധം എന്നൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മുന്നോട്ട് നമ്മളെ പഠിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കും. We should look into Genesis chapter 19. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ what we can see is the destruction of Sodom Gomorrah. സോതോം ഗൊമോറയുടെ ഡിസ്ട്രക്ഷന്റെ സമയത്ത് എന്ത് സംഭവിച്ചു? ലോത്തും കുടുംബവും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി, അപ്പോൾ എന്ത് സംഭവിച്ചു? ഉപ്പ് തൂണായിട്ട് മാറി അല്ലേ? ഷി ഹാസ് ബിക്കം എ പില്ലർ ഓഫ് സോൾട്ട്. ലോത്തും 2 പെൺമക്കളും പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദേ ഹാവ് റൺ ടു മൗണ്ടൻസ്. അങ്ങനെ പർവ്വതങ്ങളിലേക്ക് ചെന്ന് കയറി കഴിയുമ്പോൾ ഈ 2 സിസ്റ്റേഴ്സ് തമ്മിൽ ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുകയാണ്. ഇനിയും ഈ ലോകത്ത് ഒരു പുരുഷന്മാരും തങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. അപ്പൊ നമ്മുടെ സന്തതി പരമ്പര നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അവർ 2 പേരും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. എന്താണ്? അന്ന് രാത്രി അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചുകൊണ്ട് അവനോടൊപ്പം, ലോത്തിനോടൊപ്പം ഈ 2 പെൺമക്കളും ശയിക്കുകയാണ്. അങ്ങനെ ലോത്തിന് മൂത്ത മകളിൽ ഉണ്ടായ മകനാണ് മോവാബ് എന്ന് പറയുന്നത്. ദി എൽഡർ ഡോട്ടർ ഗേവ് ബർത്ത് ടു എ സൺ നെയ്മഡ് മോവാബ് who became the ancestor of Moabite nation. ഈ മോവാബിയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മോവാബ് ദേശത്തിന്റെ, മോവാബ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആൻസിസ്റ്റർ അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നത് ലോത്തിന് മൂത്ത മകളിൽ ഉണ്ടായ മോവാബാണ്. ഇനിയും ഇളയ മകള് ഇതുപോലെ ഗർഭം ധരിച്ച് ഉണ്ടാകുന്ന മകന്റെ പേരാണ് ബെൻ അമ്മി. ഹിസ് ദ ആൻസിസ്റ്റർ ഓഫ് അമോനൈറ്റ്സ്. നമ്മൾ ബൈബിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമോന്യര് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ടല്ലേ? ഈ അമോന്യരുടെ പിതാവാണ് ലോത്തിന് 2-ാമത്തെ മകളിൽ ഉണ്ടായതായിട്ടുള്ള ബെൻ അമ്മി എന്ന് പറയുന്ന ആള്. അപ്പൊ നമ്മൾ ബേസിക്കലി പറഞ്ഞു വന്നത്, ഈ മോവാബൈറ്റ്സ് എന്ന് പറയുമ്പം ദേ ആർ റിലേറ്റീവ്സ് ടു ജൂസ്. അവര് മോവാബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഓഫ് ഇസ്രയേൽ, പക്ഷേ ദ റിലേഷൻഷിപ്പ് ആർ കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അപ്പം ഇതാണ് അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം എക്സോഡസ്, പുറപ്പാട് പുസ്തകമൊക്കെ കഴിഞ്ഞ് സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ എന്താണ്? 40 വർഷത്തെ മരുഭൂയാത്രാക്കാലമാണ് അവിടെ നടക്കുന്നത് അല്ലെ? ആ സമയത്ത് ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പുറപ്പെട്ടു പോകുന്ന സമയത്ത് അവരെവിടെ വന്ന് പാളയം ഇറങ്ങി? മോവാബ് ദേശത്ത് വന്ന് പാളയം ഇറങ്ങി എന്ന് നമുക്ക് നമ്പേഴ്സ്, ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന മോവാബിയ രാജാവാണ് ബാലാഖ്. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ബാലാഖും ബിലയാമിന്റെ ഒക്കെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം മോവാബ് രാജാവായിരുന്നു ബാലാഖ്. അങ്ങനെ ഇസ്രായേൽ മക്കൾ അവിടെ ചെന്ന് പാളയം ഇറങ്ങുന്ന സമയത്ത് ഈ ബാലാഖ് എന്ത് ചെയ്തു? ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കൊണ്ടുവന്ന് ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ നിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് തന്നെ ഈ മോവാബി സ്ത്രീകൾ എന്ത് ചെയ്യുകയാണ്? ഇസ്രായേൽ പുരുഷന്മാരെ, അവരെ വിഗ്രഹാരാധനയിലേക്ക് വശീകരിക്കുകയും അത് പിന്നീട് ദൈവത്തിന്റെ ന്യായവിധിക്ക് കാരണമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മോശം ജനമായിട്ടാണ് നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നത്. ഇനിയും അതിനുശേഷം പിന്നെ നമ്മൾ മോവാബിയരെ കാണുന്നത് യോശുവയുടെ ഒക്കെ പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ്. ഡ്യൂറിങ് ദ ടൈം ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോവാബ് oppressed Israel for 18 years until the judge Ehud delivered them. ഏഹൂദ് എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നത് വരെ 18 വർഷക്കാലം മോവാബിയർ ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചു എന്ന് നമുക്ക്, ദണ്ഡിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ രൂത്തിന്റെ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് എന്താണ്? there was a deep
ഡിസ്ട്രസ്റ്റ് ബിറ്റ്വീൻ ജൂസ് ആൻഡ് മോവാബൈറ്റ്സ്. മോവാബിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് ആരാണ്? അവർക്ക് ശത്രുക്കളാണ്. ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു തരത്തിലും ഒരു ഇടപാടും മോവാബിയരുമായിട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു നിയമം അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഇനിയും എന്തൊക്കെ സംഭവിച്ചാലും, ക്ഷാമമാണെങ്കിൽ പോലും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം ദേശത്ത് നമ്മൾ വസിക്കണം. മോവാബിലേക്ക് പോവാനോ അങ്ങനെയുള്ള ഒന്നും തന്നെ പാടില്ല എന്നുള്ളതായിരുന്നു ഇസ്രായേലിയരുടെ നിയമം. അപ്പം ഇപ്പൊ ഏകദേശം ഇസ്രായേലിയരും മോവാബിലും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്ന് മനസ്സിലായല്ലോ. ഇനിയാണ് നമ്മുടെ 1-ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ കുടുംബനാഥന്റെ പേരെന്താണ്? എലിമലേക്ക്. എലിമലേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ രാജാവ് എന്നുള്ളതാണ്. ഗോഡ് ഇസ് മൈ കിങ് എന്നുള്ളതാണ്. ഈ എലിമലേക്കിന്റെ ഭാര്യ ആരാണ്? നവോമി. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? നവോമി. എലിമലേക്കും നവോമിയും ഇവർക്ക് 2 മക്കളുണ്ട്, മഹ്ലോനും കില്യോനും. ഇവര് 4 പേരും കൂടെ ഈ ബേത്ലഹേമിൽ എന്ത് സംഭവിക്കുകയാണ്? വലിയൊരു ക്ഷാമം അല്ലെങ്കിൽ ഒരു ഫെമൈൻ നടക്കുകയാണ്. അപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ നമ്മളെ പോലെയൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് അവരെങ്ങോട്ട് പോവുകയാണ്? അവര് മോവാബ് ദേശത്തിലേക്ക് താമസം മാറി മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. സോ വെൻ ദർ വാസ് എ ഫെമൈൻ ഇൻ ഇസ്രയേൽ, Elimelech, his wife Naomi, and 2 sons, Mahlon and Kilion, they traveled from Bethlehem to Moab. നമ്മൾ പറഞ്ഞു ഇസ്രായേൽ മക്കളും മോവാബിരും തമ്മിലുള്ള വഴക്കിനെ പറ്റിയും ശത്രുതയെ പറ്റിയും നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ദൈവം എന്റെ രാജാവാകുന്നു എന്ന് അർത്ഥമുള്ള പേരുള്ള എലിമലേക്ക് ദൈവവുമായിട്ടുള്ള ഈ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മോവാബിലേക്ക് പോയതിനാൽ തന്റെ അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ എലിമലേക്ക് മരണപ്പെട്ടു പോയി. മോവാബിൽ വെച്ചുണ്ടായ ആദ്യത്തെ ദുരന്തം. അതിനുശേഷം അവരുടെ 2 മക്കൾ ആരൊക്കെയാണ്? ഒന്ന് മഹ്ലോനും കില്യോനും. മഹ്ലോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ഷീണിതൻ, വീക്ക്നെസ്, ടയേർഡ്, വിയറി എന്നൊക്കെയാണ് മഹ്ലോൻ എന്ന വാക്കിന്റെ അർത്ഥം. മഹ്ലോൻ രൂത്തിനെ വിവാഹം കഴിച്ചു. രൂത്തിന്റെ പേരിന്റെ അർത്ഥം സഖിയായവൾ, ദ വൺ ഹൂ ബിക്കെയിം എ ഫ്രണ്ട്, സഖിത്വമുള്ളവൾ എന്നൊക്കെയാണ് രൂത്ത് എന്നുള്ള പേരിന്റെ അർത്ഥം. അതുപോലെ കിലിയോൻ വീക്കനിങ് അല്ലെങ്കിൽ ക്ഷയിച്ചു പോകുന്നവൻ എന്നുള്ള അർത്ഥമാണ്. കിലിയോൻ ഓർപ്പ എന്നുള്ള മോവാബിയ സ്ത്രീ, കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ, ദ വൺ ഹൂ ടേൺഡ് ഹർ നെക്ക് അവേ എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം. ഈ ഒരു അർത്ഥങ്ങളുള്ള പേരുകളുള്ള ഇവരെല്ലാം എന്ത് സംഭവിച്ചു? ഈ മഹ്ലോനും കില്യോനും ഓർപ്പ, രൂത്ത് എന്ന് പറയുന്ന 2 മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? ഒരുമിച്ചവർ ഏകദേശം 10 വർഷത്തോളം ജീവിച്ച ശേഷം മഹ്ലോനും കില്യോനും മരണപ്പെട്ടു പോയി. അങ്ങനെ വലിയ ഒരു ദുരിതം ഈ നവോമിയുടെ കുടുംബത്തിന് മോവാബിൽ വെച്ച് സംഭവിക്കുകയാണ്. ഇതാണ് നമുക്ക് 5 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകമായിട്ട് ഈ വാക്കുകൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും, വേർഡ് മീനിങ്സ് ചോദിക്കും. അതുകൊണ്ട് ദയവേത് ഈ വാക്കുകളുടെ എല്ലാം മീനിങ്സ് എക്സാമിന് വേണ്ടിയിട്ട് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. 2-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ മോവാബിലെ ദുരന്തമൊക്കെ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വലിയ പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് നവോമി ഒരു കാര്യം മനസ്സിലാക്കുന്നു. എന്താണ്? ഇസ്രായേലില് വലിയ ക്ഷാമത്തിന്റെ ഒരു അവസ്ഥയിലായി ഇവര് മോവാബിലേക്ക് വന്നത് അല്ലേ? ഇസ്രായേലിൽ യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു. ഫ്രം ദ കൺട്രി ഓഫ് മോവാബ് Naomi came to know that Lord was watching over his people by giving them bread. അതായത് ബേത്ലഹേമിൽ വെച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഇപ്പം ക്ഷാമത്തിന്റെ ഒക്കെ അവസ്ഥ മാറി അവര് തിരിച്ചവർക്ക് സമൃദ്ധിയിലേക്ക് എത്തി എന്ന് മോവാബ് ദേശത്ത് വെച്ച് നവോമി അറിഞ്ഞിട്ട് നവോമി എന്ത് തീരുമാനിക്കുകയാണ്? തിരിച്ച് ഞാൻ എന്റെ ദേശത്തേക്ക്, എന്റെ ജനത്തിന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു പോയിക്കോളാം അല്ലെങ്കിൽ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് ഈ ഫ്രം 6 to 14 വരെയുള്ള ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം എന്ത് ചെയ്തു നവോമി? 2 മരുമക്കളെയും അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അമ്മമാരുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. ഒരു അനുഗ്രഹം അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചുംബിച്ചു കരയുന്ന നവോമിയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? ഓർപ്പ അമ്മായിയമ്മയെ വിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഈ 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 3-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും പ്രസക്തം. അവിടെ ഓർപ്പ തിരിച്ചു പോകുമ്പോഴും അമ്മായിയമ്മ എത്ര നിർബന്ധിച്ചിട്ടും തിരിച്ചു പോകാതെ അമ്മായിയമ്മയോട് ചേർന്ന് പറ്റി നിൽക്കുന്ന
രൂത്തിന്റെ വിശ്വസ്തതയും പ്രതിബദ്ധതയും നമുക്ക് ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ രൂത്തിന്റെ പുസ്തകത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. നമ്മൾ രൂത്തിനെ പറ്റി ഓർക്കുമ്പോഴേ നമുക്ക് മനസ്സിലേക്ക് വരുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അമ്മായിയമ്മയുടെ നിർബന്ധത്തിന് രൂത്ത് നൽകുന്നതായിട്ടുള്ള ഉത്തരം ഇപ്രകാരമാണ്: നിന്നെ വിട്ടു പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ. നമ്മൾ രൂത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ലൈൻസ് ആണ് അല്ലെ. ഫോർ wherever you go I will go, and wherever you stay I will stay. Your people will be my people and your God my God. ഇത് നമുക്ക് രൂത്തിനെ പറ്റി ഓർക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അന്നത്തെ കാലഘട്ടത്തിലെ ഒരു ചിന്താഗതി അനുസരിച്ച് നമ്മൾ അന്യദേശത്ത് പോയി മരണപ്പെട്ട് കഴിഞ്ഞാൽ അന്നത്തെ ഒരു കോൺസെപ്റ്റില് നമ്മുടെ സ്വന്തം ജനത്തോടുകൂടി മരണത്തിൽ നമുക്ക് അവരോടുകൂടി ചേരാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഓടുന്ന ഒരു സമയത്താണ് ഓർപ്പ തിരിച്ചു പോകുന്നത്. ആ സമയത്താണ് തൻ്റെ അമ്മയെയും തൻ്റെ ഭവനത്തെയും തൻ്റെ ദേശത്തെയും തൻ്റെ പൂർവികരെയും ഒക്കെ വിട്ട് മറ്റൊരു ദേശത്തേക്ക്, മറ്റൊരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു ദൈവത്തെ ആരാധിച്ചു പോകുവാൻ തക്കവണ്ണം രൂത്ത് ഒരു വലിയ തീരുമാനം, സാഹസികമായിട്ടുള്ളൊരു തീരുമാനം അന്നത്തെ കാലത്ത് എടുക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രൂത്തിന്റെ വീണ്ടെടുപ്പിന്റെ ജേർണിയിൽ ഒരു വലിയ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 3 കാര്യങ്ങളാണ് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ബോത്ത് റിലീജിയസ് ഫേവർ ആൻഡ് ഹ്യൂമൻ ലവ് ആർ എക്സിബിറ്റഡ് ഈക്വലി. മതഭക്തിയും മനുഷ്യ സ്നേഹവും ഒരുപോലെ, ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹം നമുക്ക് രൂത്തിൽ ഒരുപോലെ കാണാൻ സാധിക്കും. 2, ഇറ്റ് ഷോസ് ദി അൺഷേക്കബിൾ ലവ് Ruth had towards her mother-in-law and her God. രൂത്തിന് നവമിയോടും അതോടൊപ്പം അമ്മായിയമ്മയായ നവമിയോടും അതോടൊപ്പം ദൈവത്തോടും ഉള്ള അഭേദ്യമായ സ്നേഹബന്ധം നമുക്കിവിടെ എടുത്തു കാണാൻ സാധിക്കും. 3-മതായിട്ട് ദി steadfastness of love shared between mother-in-law and daughter-in-law is evident. അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിന്റെ ദൃഢത കൂടി ഇവിടെ വളരെയധികം പ്രകടമാണ്. നമ്മളൊക്കെയും നമ്മുടെ അമ്മായിയമ്മമാരോടും നമ്മുടെ മരുമക്കളോടും ഒക്കെയുള്ള ബന്ധം എപ്രകാരമാണ് എന്ന് ഈ സമയത്ത് ഒന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോ പറഞ്ഞു വന്നത്, ഇവിടെ രൂത്തിന്റെ വലിയ ഒരു പ്രതിബദ്ധത, സ്വന്തം ജനത്തെയും സ്വന്തമായിട്ടുള്ള എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് താൻ വിവാഹം ചെയ്യപ്പെട്ട കുടുംബം അല്ലെങ്കിൽ ആ അമ്മായിയമ്മയോടും ആ ദൈവത്തോടുമുള്ള പറ്റിച്ചേരലാണ് നമുക്കിവിടെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3-മത്തെ ഭാഗവും കഴിഞ്ഞു. ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ എന്താണ്, അവർ തിരിച്ച് ബേത്ലഹേമിലേക്ക് എത്തിച്ചേരുന്ന നവമിയെയും രൂത്തിനെയുമാണ് നമുക്ക് 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഫ്രം verses 19 to 22. അവിടെ തിരിച്ചു ബേത്ലഹേമിലേക്ക് എത്തുന്ന നവമിയെ കണ്ട് ആളുകളൊക്കെ ഇളകി വളരെയധികം സ്നേഹത്തോടെയും അനുകമ്പയോടെയും അത്ഭുതത്തോടെയും ഒക്കെ ഇവരെ കാണുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. നവമി എന്നുള്ള വാക്കിന്റെ അർത്ഥം സന്തോഷം, സുഖകരം എന്നൊക്കെ ഉള്ളതാണ്. അവിടെ നിന്ന് നവമി പറയുന്നുണ്ട്, എൻ്റെ പേര് ഇനിയും ബിറ്റർ, കയ്പ് എന്നുള്ളതായി മാറും. കാരണം നിറഞ്ഞവളായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഭർത്താവും മക്കളും ഒക്കെ നിറഞ്ഞവളായിട്ട് അവിടുന്ന് പോകുന്നു, എന്നാൽ ഒഴിഞ്ഞവളായിട്ട് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. എന്നാലും ഇത്രയും ഒക്കെ പ്രയാസത്തിന്റെ ഒക്കെ സമയത്തും അവിടെ ഒരു പ്രതീക്ഷയുടെ വെളിച്ചം നമുക്കവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കൊയ്ത്ത് കാലത്തിന്റെ ആരംഭത്തിൽ അവർ തിരിച്ച് ബേത്ലഹേമിൽ എത്തി എന്ന് പറയുന്നത്. കൊയ്ത്ത് കാലത്തിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ക്ഷാമവും ഭക്ഷണമില്ലായ്മയും എല്ലാം കഴിഞ്ഞു, ഇനിയും സമൃദ്ധിയുടെ കാലഘട്ടം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു സൗണ്ടാണ് നമുക്ക് പ്രകൃതി തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പ്രയാസത്തിന്റെ ഇടയ്ക്കും ഒരു വീണ്ടെടുപ്പിന്റെ പ്രതീക്ഷ നമുക്ക് ഈ 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രീകഴ്സർ ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ മുൻകുറി എന്ന് നമുക്കിതിനെ കാണാൻ സാധിക്കും. കാരണം ഈ മോവാബിൽ നിന്നുള്ള രൂത്തിന്റെ വിമോചനവും ഈ ഇസ്രായേൽ ബേത്ലഹേമിലേക്ക് ഈ കൊയ്ത്തുകാലത്തിന്റെ ആരംഭത്തിലുള്ള തിരിച്ചുവരവും ഇത് വരുവാനിരിക്കുന്ന ഒരു അതുല്യ വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിന്റെ മുൻകുറിയായിട്ട് കാണാൻ സാധിക്കും. ഇത് നമുക്ക് വിശ്വാസികളുടെ ജീവിതത്തിൽ നമുക്കിതൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. കാരണം മോവാബ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പാപജനം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അല്ലെ. മോവാബിൽ നിന്നുള്ള രൂത്തിന്റെ വിമോചനം, അതായത് നമ്മുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്നുള്ള ഈ ഒരു വിമോചനവും
സമൃദ്ധിയിലേക്ക്, അതായത് ദൈവസന്നിധിയിലേക്കുള്ള തിരിച്ചുവരവും നമ്മുടെ വീണ്ടെടുപ്പിനുള്ള മുൻകുറിയായിട്ട് മാറും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ചാപ്റ്റർ പറഞ്ഞത് അത്രയും ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിസിലാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1, ഈ പുസ്തകത്തിന്റെ ചിത്രീകരണ രീതിയെ പറ്റി നമ്മൾ പറഞ്ഞു. 2, ഓഥർ ഓഫ് ദി ബുക്ക് പ്രോഫറ്റ് സാമുവേൽ എന്നാണ് ജൂയിഷ് റാബൈസിന്റെ ഒരു ട്രഡീഷൻ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ വെൻ വാസ് ദിസ് ബുക്ക് റിട്ടൺ എന്നുള്ളത് BC 4th or 5th സെഞ്ചുറി ആകാം, അല്ലെങ്കിൽ 1300 BC എന്നുള്ള ഒരു കോൺസെപ്റ്റും നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്? ഈ പുസ്തകത്തിന്റെ സിഗ്നിഫിക്കൻസ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എപ്രകാരമാണ് എന്നുള്ളത് ഈ പുസ്തകം വെളിപ്പെടുത്തി തരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജൂസ് ആൻഡ് മോവാബൈറ്റ്സ് എന്നുള്ളത് എന്താണ്, അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ഹിസ്റ്ററി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ 1-ാം അധ്യായത്തിന്റെ ഉള്ളടക്കവും നമ്മൾ പറഞ്ഞു. ഇതുവരെ എന്തൊക്കെയാണ് 1-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം? 1, മോവാബിൽ വെച്ചുണ്ടായ ദുരന്തം, അതിനുശേഷം തിരിച്ചു വരുവാനുള്ള നവോമിയുടെ തീരുമാനം, രൂത്തിന്റെ ലോയൽ കമ്മിറ്റ്മെന്റ്, വിശ്വസ്തത, അതിനുശേഷം 4-ാമത്തെ ഭാഗം അറൈവൽ ഇൻ ബേത്ത്ലഹേം. ഇത്രയുമാണ് 1-ാമത്തെ ചാപ്റ്ററിന്റെ ഉള്ളടക്കം. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണിത്. പ്രത്യേകിച്ച് മീനിങ്സ് ഓഫ് ഓൾ ദീസ് വേർഡ്സ് അത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ ആണല്ലോ? ഞാൻ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കട്ടെ. ഞാൻ വളരെ സ്പീഡിലാണ് പോകുന്നത് എന്നെനിക്കറിയാം. എന്നിരുന്നാലും ഇന്ന് 3 ചാപ്റ്റേഴ്സ് തീർക്കേണ്ടതുകൊണ്ട് എല്ലാം ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് മാത്രമായിട്ടാണ് ഞാൻ സംസാരിച്ചു പോകുന്നത്. ഓക്കെ, 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അധ്യായമാണ്. എന്താണ്? രൂത്ത് മീറ്റ്സ് ബോവസ്. രൂത്ത് ബോവസ് എന്ന് പറയുന്ന നമ്മുടെ കഥാനായകനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഈ 2-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത് കഥയായിട്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ പറയാം. ഈ രൂത്തും നവമിയും തിരിച്ച് ബേത്ത്ലഹേമിൽ എത്തുന്നു. അവർക്ക് എന്താണ്? ഫിസിക്കൽ ഹങ്കർ ഉണ്ടാവും, അവർക്ക് പല നീഡ്സ് ഉണ്ടാകും അല്ലെ? അപ്പൊ അതിന് തക്കവണ്ണം ഇവർ എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ രൂത്ത് ഒരു വയലിലേക്ക് കാല പെറുക്കുവാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു. രൂത്ത് ഗോസ് ഗ്ലീനിങ് ഇൻ എ ഫീൽഡ് ഇൻ ബേത്ത്ലഹേം. കാല പെറുക്കുന്നതിനെ പറ്റി ഞാൻ ഇനിയും പറയാം. അപ്പൊ എന്താണ് ഉള്ളടക്കം എന്ന് ആദ്യം മനസ്സിലാക്കാം. കാല പെറുക്കുവാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി ദ ഫീൽഡ് ഓഫ് ബോവസ്. ബോവസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയ ധനികന്റെ വയലിലേക്കാണ് രൂത്ത് ചെന്നെത്തുന്നത്. അങ്ങനെ പകല് മുഴുവൻ വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന രൂത്തിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഷീ ഹാസ് റെസ്റ്റഡ് ഓൺലി ഫോർ സം ടൈം. അല്പനേരം മാത്രമേ വിശ്രമിച്ചുള്ളൂ എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ബോവസ് ഇത് കണ്ടുകൊണ്ട് ബാക്കിയുള്ള കൊയ്ത്തുകാരോട് ചോദിക്കുകയാണ്, ഹൂ ഇസ് ദിസ് ലേഡി? ആരാണ് ഈ സ്ത്രീ എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ മോവാബിൽ നിന്ന് വന്ന നവമിയോടൊപ്പം വന്ന മരുമകളാണ് എന്ന് പറയുകയും അത് കേട്ട് ബോവസ് വളരെയധികം അവളെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു വയലിലേക്കും ഇനിയും പോകണ്ട, he provided her with food and protection. ഭക്ഷണവും സംരക്ഷണവും നിനക്ക് ഇവിടെ ലഭിക്കും എന്ന് അവൾക്ക് ഉറപ്പ് പറയുന്നു. ഇത് കേട്ട് തിരിച്ച് രൂത്ത് വീട്ടിലേക്ക് ചെന്ന് നവമിയോട് പറയുകയാണ്, ഇതുപോലെ ഞാൻ ബോവസിന്റെ വയലിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ നവമി ഒരു വലിയ സത്യം അവിടെ മനസ്സിലാക്കുകയാണ്. ഹി ഈസ് എ റിഡീമർ. അവൻ നമ്മുടെ ചാർച്ചക്കാരനാണ്, വീണ്ടെടുപ്പുകാരനാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയുമാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കഥ പോലെ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറച്ച് സംഭവങ്ങൾ. ഇവിടെ ഒന്നാമതായിട്ട് ഈ കാല പെറുക്കുക നമ്മൾ വേറെ എവിടെയും അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഈ രൂത്തിന്റെ പുസ്തകത്തിലാണ് രൂത്ത് കാല പെറുക്കുവാൻ വേണ്ടിയിട്ട് രൂത്ത് ഗോസ് ഗ്ലീനിങ് ഇൻ ദ ഫീൽഡ് ഓഫ് ബോവസ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്താണ് ഈ കാല പെറുക്കുക എന്ന് പറയുന്നത്? അതിനും ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു ബിബ്ലിക്കൽ ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ ലേവ്യ പുസ്തകം 19-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, when you reap the harvest of your land, do not reap to the very edges of your field or gather the gleanings of your harvest. Do not go over your vineyard for a second time or pick up the grapes that have fallen. Leave them for the poor and the foreigner. I am the Lord your God. അതായത് ദൈവജനത്തിന് എപ്രകാരം നിങ്ങൾ ജീവിക്കണം എന്ന് പറയുന്ന കുറെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് അവിടെ കാണാം. ഈ ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കാണുന്നത് ഇറ്റ് ഇസ് എ റൂൾ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. അന്നത്തെ കാലത്ത് ധനികനും ദരിദ്രനും, ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, എല്ലാവർക്കും ജീവിക്കാൻ ഒരുപോലെ അവകാശമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു റൂളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇറ്റ് കമാൻഡഡ്
ദി ഫാമേഴ്സ് ടു ബി ജനറസ്. കൂടുതലായിട്ട് നൽകാനുള്ള ഒരു മനസ്സ് ഈ ധനികർക്ക് അല്ലെങ്കിൽ റിച്ചായിട്ടുള്ളവർക്ക്, ഉടമസ്ഥർക്ക് ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഇറ്റ് കമാൻഡഡ് ദ പുവർ ടു വർക്ക് ഹാർഡ് ഫോർ ദെയർ ഫുഡ്. അവരുടെ ഭക്ഷണത്തിന് വേണ്ടി വെറുതെ അവരുടെ കയ്യിലെടുത്ത് കൊടുക്കാനല്ല ആ റൂള് പറയുന്നത്. എന്താണ്? ഈ അരികെ ചേർന്ന് വിട്ടിരിക്കുന്നിടത്തു നിന്ന് പോയി പറക്കിയെടുക്കാനുള്ള അവകാശം ആർക്കാണ്? ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും അഗതികൾക്കും ഒക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പം ഇതൊരു സോഷ്യൽ ജസ്റ്റിസിന്റെ റൂളാണ് നമുക്ക് ലേവ്യ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് ഈ ബേത്ലഹേമിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് രൂത്തിന് ഒരു വലിയ ആശ്രയമായിട്ട് മാറുന്നത്. ഷി ഗോസ് ഗ്ലീനിങ് ഇൻ ദ ഫീൽഡ് ഓഫ് ബോവസ്. ഞാൻ ചെറുതായിട്ട് ഇതിന്റെ ഒരു ഹിസ്റ്ററി, നമ്മൾ ഈ കാലാപിറക്കുക എന്നുള്ള ടേം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് അതിന്റെ ഒരു ബേസിക് ഹിസ്റ്ററി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ രൂത്തിന്റെ ഈ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം നമുക്ക് റിഫ്ലക്ട് ചെയ്യാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ബോവസ് ആൻഡ് ഹിസ് ക്വാളിറ്റീസ്. ബോവസ് എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്. 2, റൂത്ത് ആൻഡ് ഹെർ ക്വാളിറ്റീസ്. രൂത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്. ആൻഡ് ഓണർ അക്കോർഡഡ് ടു റൂത്ത് ഫോർ ഹെർ ക്വാളിറ്റീസ്. അവളുടെ സ്വഭാവ സവിശേഷതകൾക്ക് രൂത്തിന് ലഭിക്കുന്ന ആദരവ് എന്താണ്. ഇത് 3ഉമാണ് ഈ 2-ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഒന്നാമതായിട്ട് ആരാണ് ബോവസ്? നമ്മൾ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഹി വാസ് എ റിലേറ്റീവ് ഓഫ് എലിമലേക്ക് ആൻഡ് എ വെരി അഫ്ലുവന്റ് പേഴ്സൺ. ഈ ഏലിമലേക്കിന്റെ ഈ കുടുംബനാഥൻ നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ, ഏലിമലേക്കിന്റെ ചാർച്ചക്കാരനും വളരെ ധനികനുമായ മനുഷ്യനാണ് ബോവസ് എന്നുള്ളത് ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് എവിടെയാണ് ഈ ജീനിയോളജി, ക്രിസ്തുവിന്റെ വംശാവലി എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് നമുക്ക് വംശാവലി കാണാൻ സാധിക്കുന്നത്. ആ വംശാവലിയിൽ 1-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശൽമോന്റെയും രാഹാബിന്റെയും മകനായ ബോവസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശൽമോൻ ആൻഡ് രാഹാബ്. ഈ രാഹാബിനെ നമുക്ക് നേരത്തെ അറിയാം. എവിടെയാണ്? ഈ ഇസ്രായേൽ മക്കള് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് ജെറീക്കോയുടെ വാതിലുകളിൽ അവിടെ ഇവരെ സംരക്ഷിക്കുകയും ഇവരെ ഒളിപ്പിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സ്ത്രീയാണ് രാഹാബ് അല്ലെ. ഈ രാഹാബിന്റെ ഇങ്ങനെ ഒരു ജെന്റൈൽ, ഒരു വിജാതീയ ആൻസെസ്ട്രി നമുക്ക് ബോവസിലും കാണാൻ സാധിക്കും. അപ്പം ബോവസ് ഏലിമലേക്കിന്റെ ചർച്ചക്കാരനാണ് എന്നുള്ളത് നമുക്ക് ബുക്കിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹി വാസ് സൺ ഓഫ് സാൽമൺ ആൻഡ് രാഹാബ് എന്നുള്ളത് നമുക്ക് ക്രിസ്തുവിന്റെ വംശാവലിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവായി ആരാണ് ബോവസ്. ഇനി ഈ ബോവസിന്റെ പേരിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ബോവസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്ട്രെങ്ത്, പവർ, ശക്തി, ബലം എന്നൊക്കെയാണ് ബോവസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പം ഇതേ അർത്ഥം വരുന്ന മറ്റ് 2 വാക്കുകളും കൂടി നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഗിഡിയൻ ആൻഡ് ജെഫ്ത, അതായത് ഗിദയോനും യിഫ്താഹും. ഇവരാരാണെന്നറിയാവോ? ഇവര് ന്യായാധിപന്മാരാണ് കേട്ടോ. ഇസ്രായേലിന്റെ ഈ നമ്മൾ കനാൻ ദേശത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവരെ ആദ്യം ന്യായപാലനം ചെയ്തത് കുറെ ന്യായാധിപന്മാരാണ് അല്ലെ. അത് വിമോചകന്മാർ. ഈ ഇസ്രായേൽ മക്കൾ ഓരോ പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴും അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാർ വന്ന് ഇവരെ ആക്രമിക്കുമ്പോഴും ഒക്കെ ദൈവം ഓരോ സമയത്ത് ഓരോരോ ന്യായാധിപന്മാരെ അല്ലെങ്കിൽ ജഡ്ജസിനെ, വിമോചകന്മാരെ ദൈവം ഉയർത്തി. അങ്ങനെയുള്ള 2 വിമോചകന്മാരാണ്, ലിബറേറ്റേഴ്സ് ഓഫ് ഇസ്രായേൽ ആണ് ഗിഡിയൻ ആൻഡ് ജെഫ്ത എന്ന് പറയുന്നത്. ഈ ഗിഡിയൻ എന്നുള്ള വാക്കിന്റെയും ജെഫ്ത എന്നുള്ള വാക്കിന്റെയും അർത്ഥം എന്താണ്? സ്ട്രെങ്ത്, പവർ എന്നുള്ളതാണ്. ഇവിടെയും ഓർത്തിരിക്കേണ്ട, ഇത് ഉറപ്പായിട്ടും 2 മാർക്കിനെങ്കിലും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഈ ബലം അല്ലെങ്കിൽ ശക്തി എന്നർത്ഥമുള്ള 2 പേര് അതേതൊക്കെയാണ്? ഗിഡിയൻ, ജെഫ്ത. ഇവർ 2 പേരും ആരാണ്? ലിബറേറ്റേഴ്സ് ഓഫ് ഇസ്രായേൽ. അവരെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏത് ഭാഗത്താണ് കാണാൻ സാധിക്കുന്നത്? ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 12 11 വേഴ്സ് 1. ഇത് പ്രത്യേകമായിട്ട് പഠിച്ച് ഓർത്തിരിക്കണം. ഇനിയും ബോവസ് എന്ന പേരുള്ള മറ്റൊന്നും കൂടി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. എന്താണ്? ദി പില്ലർ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് സോളമൻസ് ടെമ്പിൾ. ശലോമോന്റെ ദേവാലയത്തിൽ ഇടതുവശത്ത് കാണുന്ന സ്തൂപത്തിന്റെ പേര് ബോവസ് എന്നുള്ളതാണ്. 1 രാജാക്കന്മാർ 7:21, 1 Kings chapter 7 verse 21. അപ്പൊ ഇതിൽ നിന്ന് ഈ ബോവസ് എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ വാക്കിന്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? ബോവസ് മീൻസ് people or things that have the power to protect, liberate and redeem. അതായത് സംരക്ഷിക്കുവാനും മോചിപ്പിക്കുവാനും വീണ്ടെടുക്കുവാനും ശക്തിയുള്ള ആളുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്നുള്ളതാണ് ബോവസ് എന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇതാരെ സൂചിപ്പിക്കുന്നു?
ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ബോവസ് അപ്പം ബോവസിന്റെ പേര് കൊണ്ട് മാത്രം തന്നെ, പേര് എന്നുള്ളത് കൊണ്ട് തന്നെ ബോവസ് ആരുടെ മുൻകുറിയായിട്ട് മാറുകയാണ്? ക്രിസ്തുവിന്റെ മുൻകുറിയായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ രൂത്തിന്റെ പുസ്തകത്തിന്. എന്താണ് അതിന്റെ പ്രധാന പ്രത്യേകത? ഈ രൂത്തിന്റെ വീണ്ടെടുപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നത് എന്നുള്ളത് ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് രൂത്തിന്റെ പുസ്തകത്തിന്റെ വലിയ ഒരു പ്രത്യേകത. അവിടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള രീതിക്ക് ബോവസിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗോയൽ എന്നുള്ളതാണ്. ഓർത്തിരിക്കണം കേട്ടോ. ഗോയൽ എന്നുള്ള ഒരു വാക്കാണ് അവിടെ, ഹീബ്രു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീബ്രു വേർഡ് ഗോയൽ, which means kinsman or avenger. ചാർച്ചക്കാരൻ, പ്രതികാരം ചെയ്യുന്നവൻ, രക്തത്തിന്, അതായത് ഒരാൾ മരണപ്പെട്ടാൽ ആ രക്തത്തിന് പ്രതികാരം ചോദിക്കാൻ ഉള്ള കഴിവുള്ള ആളെന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ ഈ ഒരു പുസ്തകത്തിൽ അവിടെ വീണ്ടെടുപ്പുകാരൻ, റിഡീമർ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബോവസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബലം, സ്ട്രെങ്ത്, ശക്തി എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരിടത്ത് ഇങ്ങനെ ഇൻ ഹിം സ്ട്രെങ്ത്, ബലം അവനിൽ എന്നുള്ള ഒരു അർത്ഥവും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാക്കിയിരുന്നാൽ മതി, ശക്തി, ബലം എന്നുള്ള അർത്ഥമാണ്. അപ്പം ഇവിടെ രൂത്തിനെ ബോവസ് വീണ്ടെടുക്കുന്നത് ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പുമായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നമ്മൾ പറഞ്ഞു ബോവസ് ആരാണ്? ഒരു മഹാധനികനായ ഒരു പെർഫെക്റ്റ് റിഡീമർ, ഒരു പൂർണ്ണ വീണ്ടെടുപ്പുകാരനായിട്ടാണ് ബോവസിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു എപ്രകാരമുള്ള ഒരു മഹാധനികനായ പരിപൂർണ വീണ്ടെടുപ്പുകാരനായിരിക്കും എന്നുള്ളത് നമുക്ക് ഒന്നാമത് ബോവസിന്റെ വീണ്ടെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് മോവാബ്യരെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. അവരൊരു പാപജനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്, അല്ലെ? അവര് ദൈവ വിരോധികളാണ്, ദേ ആർ ഏത്തിസ്റ്റ്. അതുകൊണ്ട് തന്നെ മോവാബൈറ്റ്സ് വെയർ അൺഡിസേർവിംഗ് ഫോർ റിഡംഷൻ. അങ്ങനെയുള്ള ഒരു മോവാബിയ സ്ത്രീയായ രൂത്തിനെ ബോവസ് പൂർണ്ണമായി വീണ്ടെടുക്കുന്നതിലൂടെ ദിസ് ഫോർഷാഡോസ് ക്രൈസ്റ്റ് who redeemed the church from among the Gentiles. വിജാതീയരിൽ നിന്ന് സഭയെ എപ്രകാരം ക്രിസ്തു പൂർണ്ണമായിട്ട് വീണ്ടെടുത്തു, അതുപോലെ തന്നെയാണ് വിജാതീയ സ്ത്രീ, അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പിന് അർഹതയില്ലാത്ത മോവാബിയ സ്ത്രീയായ രൂത്തിനെ ബോവസ് എപ്രകാരം വീണ്ടെടുത്തു, അപ്രകാരം തന്നെയാണ് വിജാതീയരിൽ നിന്ന് ക്രിസ്തു സഭയെ, ഫ്രം ദ ജെന്റൈൽസ്, ക്രിസ്തു എപ്രകാരം സഭയെ വീണ്ടെടുത്തു എന്നുള്ളത് മുൻനിഴലാക്കുന്നത്. ഓക്കെ ആണല്ലോ? ബോവസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയല്ലോ. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ആരാണ് ബോവസ്? ഹി വാസ് എ റിലേറ്റീവ് ഓഫ് എലിമലേക് ആൻഡ് ഹി വാസ് എ വെരി അഫ്ലുവന്റ് പേഴ്സൺ. അതുപോലെ തന്നെ പിന്നെ എന്താണ്? ബോവസ് വാസ് എ സൺ ഓഫ്, ബോവസിന്റെ മാതാപിതാക്കൾ എന്നൊക്കെ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഷൽമോനും രാഹാബുമാണ് ബോവസിന്റെ പാരന്റ്സ്. അങ്ങനെ ഒരു ജെന്റൈൽ ആൻസെസ്ട്രി നമുക്ക് ബോവസിൽ കാണാൻ സാധിക്കും. ഇനിയും അതിനുശേഷം ബോവസിന്റെ പേരിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ബോവസിന്റെ പേരിന്റെ അർത്ഥം എന്താ? ശക്തി, ബലം, സ്ട്രെങ്ത്, പവർ എന്നുള്ളതാണ്. ഇതേ അർത്ഥമുള്ള മറ്റ് രണ്ട് പേരുകളുണ്ട്. ആരൊക്കെയാണ്? ഗിദയോനും ഇഫ്താവും. ഇങ്ങനെയുള്ള രണ്ട് പേരുടെ പേരിന്റെ അർത്ഥം അതാണ്. അതുപോലെ ബോവസിന്റെ പേരുള്ള മറ്റൊന്നുകൂടി വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. എന്താണ്? ശലോമോന്റെ ദേവാലയത്തിൽ ഇടത് ഭാഗത്തുള്ള സ്തൂപം, ദ പില്ലർ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് സോളമൻസ് ടെമ്പിൾ. ഈ പേരെല്ലാം കൊണ്ട് തന്നെ അത് മൂന്ന് പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയുണ്ട്? സംരക്ഷിക്കുവാനും വിമോചിക്കുവാനും വീണ്ടെടുക്കുവാനും കഴിവുള്ള ആൾക്കാർ. ടു പ്രൊട്ടക്ട്, ടു റിഡീം എന്നുള്ളതാണ് ഇതെല്ലാം ഉള്ള. അതുകൊണ്ട് തന്നെ ഇത് ആരെ സൂചിപ്പിക്കുന്നു? പേരിലൂടെ തന്നെ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബോവസിന്റെ വീണ്ടെടുപ്പ് ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ മുൻകുറി, അല്ലെങ്കിൽ ക്രിസ്തു ഒരുക്കിയ രക്ഷയുടെ മുൻകുറി എന്ന് പറയുമ്പം അത് ഏതൊക്കെ തരത്തിലാണെന്നുള്ളതും നമ്മൾ ഈ ഭാഗത്ത് പറഞ്ഞു. ഇവിടെ ഗോയൽ എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥവും കൂടെ നമ്മൾ പറഞ്ഞു. ഗോയൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തുവാ? ചാർച്ചക്കാരൻ, പ്രതികാരം ചെയ്യുന്നവൻ, കിൻസ്മാൻ, അവെഞ്ചർ എന്നൊക്കെ ഉള്ളതാണ്. എന്നാൽ ഈ പുസ്തകത്തിൽ ഗോയൽ എന്നുള്ള ഹീബ്രു വാക്കിന്റെ അർത്ഥം റിഡീമർ, വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? നമ്മൾ പറഞ്ഞു ഈ ഒരു രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ബോവസിന്റെ ക്വാളിറ്റീസ്. രണ്ട്, രൂത്തിന്റെ ക്വാളിറ്റീസ്. ആൻഡ് ദി ഓണർ അക്കോർഡഡ് ടു റൂത്ത് ഫോർ ഹെർ ക്വാളിറ്റീസ്. അപ്പം ആദ്യത്തെ ഭാഗം നമ്മൾ ബോവസിനെ പറ്റി മനസ്സിലാക്കി. ഇനി ഈ ഒരു രണ്ടാം അധ്യായത്തിൽ നിന്ന് ബോവസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവങ്ങളും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഹി വാസ് എ പ്രോമിനന്റ് മാൻ ഓഫ് നോബിൾ ക്യാരക്ടർ. ഉന്നത സ്വഭാവമുള്ള, പ്രഭാവമുള്ള മനുഷ്യനായിരുന്നു ബോവസ് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ ഹി വാസ് പ്രൊട്ടക്റ്റീവ്, സംരക്ഷണം നൽകുന്നവനായിരുന്നു ബോവസ് എന്ന് മനസ്സിലാക്കാം. ഹി വാസ് കംഫർട്ടിംഗ് ആൻഡ് എൻകറേജിങ്, ആശ്വാസവും പ്രോത്സാഹനവും നൽകുന്നവനായിരുന്നു. ആൻഡ് ഹി വാസ് എ ബെനവലന്റ് പ്രൊവൈഡർ, ദയാലുവായ ദാതാവായിരുന്നു ബോവസ്. ഇങ്ങനെയുള്ള കുറെ ക്വാളിറ്റീസ് ആണ് നമുക്ക് രണ്ടാം അധ്യായത്തിൽ നിന്ന് ബോവസിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ?
ഇനി ഇവിടെയും ഏറ്റവും പ്രസക്തമായത് എന്ന് പറയുന്നത് റൂത്ത് ആൻഡ് ഹെർ ക്വാളിറ്റീസ്. റൂത്തിന്റെ ക്വാളിറ്റീസ് ആണ് ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഡിലിജൻസ്, ഉത്സാഹം. അതായത് വയലിൽ കതിർ പറിക്കുവാൻ വേണ്ടി, ഈ ബേത്ലഹേം ആരുടെ നാടാണ്? റൂത്തിന്റെ ആണോ നവമിയുടെ ആണോ? നവോമിയുടെ. നവോമിയുടെയാ. അപ്പൊ ബേത്ലഹേമിലെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രീതികളൊക്കെ രൂത്തിനെക്കാട്ടിൽ ആർക്കാ അറിയാവുന്നത്? നവോമിക്കാണ് അറിയുന്നത്. എന്നാലും ഇവിടെ വയലിൽ കതിർ പറിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുൻകൈ എടുത്തത് ആരാണ്? പ്രത്യേകമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, മുൻകൈ എടുത്തത് രൂത്താണ്, നവോമി അല്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. രൂത്താണ് മുൻകൈ എടുത്ത് ഒരു ജോലിക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, രൂത്തിന്റെ ഉത്സാഹം. രണ്ട്, രൂത്തിന്റെ കഠിനാധ്വാനം ചെയ്യുവാനുള്ള മനസ്സ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട് അവിടെ. അതായത് രക്ഷ യഹൂദരിൽ നിന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കറിയാം അല്ലെ. രക്ഷ യഹൂദരിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. എന്നാൽ അവരെക്കാൾ മുൻപ് അത് അനുഭവമാക്കുന്നത് ജാതികളാണ് എന്നുള്ള ഒരു, വിജാതീയരാണ് എന്നുള്ള ഒരു ധ്വനി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈവൻ ദോ ദ സാൽവേഷൻ കംസ് ത്രൂ ദ ജൂസ്, it is the Gentiles who would come to experience it first. നവോമിയേക്കാൾ മുമ്പ് രൂത്ത് ഇതിനു വേണ്ടി ഇറങ്ങി, അല്ലെങ്കിൽ വീണ്ടെടുപ്പിന് വേണ്ടി ഇറങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രക്ഷ യഹൂദരിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ പോലും വിജാതീയരായ നമുക്ക് തന്നെയാണ് ഇത് അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് സാധ്യത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് നമുക്കിവിടെ ഒന്നാമത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത് രൂത്തിന്റെ പ്രത്യേകത അവിടെ കാണാൻ സാധിക്കുന്നത് her desire or zeal to know God. ദൈവത്തെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം, തീക്ഷ്ണത. നമ്മൾ പറഞ്ഞു ഈ നവമിയാണ് ഈ ബേത്ലഹേമിൽ അല്ലെങ്കിൽ ദൈവജനത്തിൽ നിന്ന് വന്നിരുന്ന ആളല്ലേ. ദൈവവചനത്തെയും അതിന്റെ അർത്ഥതലങ്ങളെയും രൂത്തിനെക്കാട്ടിലും അധികം അവിടെ ആർക്കായിരിക്കും അറിയാൻ സാധ്യത? നവമിക്കാണ് അറിയാൻ സാധ്യത. എന്നിട്ടും ദൈവം തന്റെ ജനത്തിന് നൽകുന്ന നന്മയെക്കുറിച്ച് അറിയുവാനും അനുഭവിക്കുവാനുമുള്ള അഭിവാജ്ഞ, തീക്ഷ്ണത, ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? രൂത്തിനുണ്ടായിരുന്നു. Ruth had a desire to know more about God and experience the blessings that God gives to his people. ഈ ഒരു തീക്ഷ്ണതയാണ് രൂത്തിനെ എവിടേക്ക് എത്തിക്കുന്നത്? ബോവസിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ബോവസിന്റെ വയലിലേക്ക് എത്തിക്കുന്നത് രൂത്തിന്റെ ഈ തീക്ഷ്ണതയാണ്. ഇറ്റ് ഈസ് ദിസ് സീൽ ദാറ്റ് ഹെൽപ്ഡ് റൂത്ത് ടു മീറ്റ് ബോവസ്. അപ്പൊ രണ്ട് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന്, ഉത്സാഹം. രണ്ട്, ഡിസയർ ഓർ സീൽ ടു നോ ഗോഡ്. മൂന്നാമതായിട്ട് രൂത്തിൽ കാണാവുന്ന ഒരു പ്രത്യേകത ഇസ് ഹർ ഡെഡിക്കേഷൻ ടു ഗോഡ്. ദൈവിക സമർപ്പണം എന്നുള്ളതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: അറിഞ്ഞിരിക്കുന്ന സത്യത്തിലുള്ള ലളിതവും ആത്മാർത്ഥവുമായ സമർപ്പണമാണ് ഏതൊരു വിശ്വാസിയുടെയും ആത്മീയ വളർച്ചയ്ക്കുള്ള ആദ്യ പടി. നമ്മൾ രൂത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ പറ്റി, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവത്തെ പറ്റി വളരെ ചെറുതായിട്ട് എന്തെങ്കിലും ആയിരിക്കും അറിയാവുന്നത്. അതിലേക്കുള്ള പൂർണ്ണ സമർപ്പണമാണ് നമുക്ക് രൂത്തിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മളെ പോലുള്ള വിശ്വാസികളോടും ഓർമ്മിപ്പിക്കുന്നതാണ്, നമുക്ക് അറിഞ്ഞിരിക്കുന്ന സത്യം, ക്രിസ്തു എന്ന സത്യത്തിലേക്കുള്ള പൂർണ്ണമായിട്ടുള്ള സമർപ്പണം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉയർച്ചയ്ക്ക് അത് കാരണമാകുന്നത് എന്നുള്ളതാണ് ഇവിടെ രൂത്ത് മൂന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. നാലാമത് രൂത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാക്രിഫിഷ്യൽ ആറ്റിറ്റ്യൂഡ്, ത്യാഗ മനോഭാവം. നവമിയെ എല്ലാം വിട്ടിട്ട്, സ്വന്തം അമ്മയെയും ഭവനത്തെയും സ്വന്തം ജനത്തെയും ഒക്കെ വിട്ടിട്ട് നവമിയെ അനുഗമിച്ച് പോരുകയാണ് രൂത്തല്ലേ. നമുക്കൊക്കെ സാധിക്കുമോ അങ്ങനെയൊക്കെ? ത്യാഗ മനോഭാവം, എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമോ? അങ്ങനെ നവമിയെ അനുഗമിക്കുന്നതിനും നവമിയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും നവമിയിൽ രൂപം കൊണ്ടിരിക്കുന്ന സർവത്തിനോടും പറ്റിച്ചേരുവാൻ തക്കവണ്ണം രൂത്തിനെ സഹായിച്ചത് എന്താണ്? രൂത്തിന്റെ ഈ ക്വാളിറ്റിയാണ്, ത്യാഗ മനോഭാവം, സാക്രിഫിഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. രൂത്തിന്റെ പുസ്തകത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഇതാണ്. An important lesson that stands in the book of Ruth is about the magnificent reward that God granted those who sacrificed their past comforts for the sake of the Lord. ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ സുഖ സൗകര്യങ്ങളെയും സുഖഭോഗങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വലിയ റിവാർഡ് എന്നുള്ളതാണ് ഈ പുസ്തകം നമുക്ക് തരുന്നതായിട്ടുള്ള വലിയ ഒരു പാഠം എന്ന് പറയുന്നത്.
അവസാനമായിട്ട് രൂത്തിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഹ്യൂമിലിറ്റി ആൻഡ് പെർസിസ്റ്റൻസ്, വിനയവും സ്ഥിരോത്സാഹവും. ഇവിടെ രൂത്തിന് അറിയാം എന്താണ്, താൻ ഒരു പരദേശിയാണ്, മോവാബിൽ നിന്ന് വന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ബോവസിനെ പോലെ ഒരു വലിയ ധനികൻ, ഈ ഇസ്രായേലിലെ ഒരു വലിയ ധനികൻ തന്നെ കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ ജോലി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും തനിക്കില്ല, തനിക്ക് അങ്ങനെയുള്ള ഒരു കഴിവില്ല എന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം രൂത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലെ. അവിടെയാണ് രൂത്തിന്റെ വിനയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ടും അവൾ എന്ത് ചെയ്തു? അവള് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇത് പുതിയ നിയമത്തിലുള്ള കനാന്യക്കാരി സ്ത്രീയെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. താൻ അവിടെ അർഹയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഈ കനാന്യ സ്ത്രീ എന്ത് ചെയ്യുകയാണ്? കർത്താവ് അവിടെ പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്തിട്ട് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുന്ന കനാന്യ സ്ത്രീയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ സെയിം ഒരു റിസംബ്ലൻസ് ആണ് നമുക്ക് ഈ പഴയ നിയമത്തിൽ രൂത്തിൽ കാണാൻ സാധിക്കുന്നത്. താൻ അർഹയല്ല എന്ന് അറിഞ്ഞിട്ട് പോലും സ്ഥിരോത്സാഹത്തോടെ അവിടെ പെർസിസ്റ്റൻസ് ഇൻ ഹെർ ഫെയ്ത്ത് അവിടെ നിൽക്കുന്ന രൂത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം രൂത്തിന്റെ 5 ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ്? 1 ഡിലിജൻസ്, 2 ഡിസയർ ഓർ സീൽ ടു നോ ഗോഡ്, 3 ഡെഡിക്കേഷൻ ടു ഗോഡ്, 4 സാക്രിഫീഷ്യൽ ആറ്റിറ്റ്യൂഡ്, 5 ഹ്യൂമിലിറ്റി ആൻഡ് പെർസിസ്റ്റൻസ്, ഉത്സാഹം, ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹം, തീക്ഷ്ണത, ദൈവിക സമർപ്പണം, ത്യാഗ മനോഭാവം, വിനയവും സ്ഥിരോത്സാഹവും. ഇതാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം. രൂത്തിന്റെ സ്വഭാവം എപ്രകാരം നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലും കൊണ്ടുവരുവാൻ സാധിക്കണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഈ രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ഓണർ അക്കോർഡഡ് ടു റൂത്ത് ഫോർ ഹെർ ക്വാളിറ്റീസ്, അവളുടെ ഈ സ്വഭാവം കൊണ്ട് അവൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആദരവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്? ഈ ഒരു ഹാർഡ് വർക്കിംഗ് ആറ്റിറ്റ്യൂഡ് കണ്ടുകൊണ്ടാണ് ബോസ് അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പം അവളൊരു പരദേശിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും ഹി ഡസന്റ് ഫോർബിഡ് ഹെർ ഫ്രം ഗ്ലീനിങ് ബിഹൈൻഡ് ദി ഹാർവെസ്റ്റേഴ്സ്, കാല പെറുക്കുന്നതിൽ നിന്ന് അവളെ വിരോധിക്കുന്നില്ല. ഒന്നാമതായിട്ട്. 2, because she has abandoned Moab and sought refuge in the God of Israel, Boaz is extending great respect and honor to her. മോവാബിനെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ ദൈവത്തിൽ അഭയം തേടിയതിനാൽ ബോവസ് അവൾക്ക് വലിയ ബഹുമാനവും ആദരവും ഒക്കെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്? അവളുടെ ആ ഒരു ഡെഡിക്കേഷൻ ഉള്ള ഒരു വലിയ സമ്മാനമായിട്ടാണ്. ഒരിക്കലും ഇല്ല നമുക്ക് കാണാം, വലിയൊരു ധനികനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ ഉടമയായിട്ടിരിക്കുന്ന ഒരാളാണ് ബോവസ്. അദ്ദേഹം അവിടെ കാലാപെറുക്കുവാൻ വന്ന ഒരു സ്ത്രീയെ വിളിച്ച് അവൾക്ക് ഭക്ഷണം നൽകുകയും കഷണം ചാറിൽ മുക്കുവാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയൊക്കെ ചെയ്യുന്നത് അന്നത്തെ കാലത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ വലിയ ഒരു അംഗീകാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രൂത്തിന് വേണ്ടി കൊയ്ത്തുകാർക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് അവിടെ ബോസ് നൽകുകയാണ്. എന്തൊക്കെയാണ്? 1, അവൾ കറ്റകളുടെ അരികിലല്ല, കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ. ലെറ്റ് ഹെർ ഗ്ലീൻ എമംഗ് ദ ഷീവ്സ്, അവളെ ആരും ഉപദ്രവിക്കരുത്. ഡു നോട്ട് റിപ്രോച്ച് ഹെർ, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. ആൻഡ് ഡു നോട്ട് റെബ്യൂക്ക് ഹെർ, അവളെ ശകാരിക്കരുത്. ഇങ്ങനെ കൊയ്ത്തുകാർക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ബോവസിന്റെ കരുണയുടെയും കൃപയുടെയും കരുതലിന്റെയും ശബ്ദമാണ് നമുക്ക് ഈ അവസാന ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഹെർ ക്യാരക്ടർ. രൂത്തിന്റെ സ്വഭാവത്തിന്റെ ക്വാളിറ്റീസ് കണ്ടുകൊണ്ടാണ് ബോവസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ ബോവസ് ഇപ്രകാരം നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്, രൂത്തിന് വേണ്ടി പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് എഗെയിൻ ആരെ ഫോർഷാഡോ ചെയ്യുകയാണ്? ക്രിസ്തുവിനെ ഫോർഷാഡോ ചെയ്യുകയാണ്. എങ്ങനെയാണ്? യഹൂദരോടൊപ്പം തന്നെ ജാതികൾക്കും തുല്യമായി വീണ്ടെടുപ്പ് നൽകും. അതായത് ബോസ് ഫോർഷാഡോസ് ക്രൈസ്റ്റ് ഹു റിഡീംസ് ജൂസ് ആൻഡ് ജെന്റൈൽസ് ഈക്വലി. യഹൂദന്മാർക്ക് മാത്രമല്ല രക്ഷ, വിജാതീയർക്കും ഒരുപോലെ രക്ഷയുണ്ട് എന്ന് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്ന ബോവസിനെ പോലെയാണ് ക്രിസ്തു എന്നുള്ള ഒരു സൗണ്ടാണ് നമ്മൾ ഈ ഒരു അധ്യായം അവസാനിക്കുമ്പം കേൾക്കുന്നത്. 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ആദ്യത്തെ ചാപ്റ്റർ എന്തുവായിരുന്നു? നമ്മളൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞു, രൂത്തിന്റെ 1-ാം അധ്യായത്തിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ജൂസ് ആൻഡ് മോവാബ്സ് തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. 2-ാം അധ്യായത്തിൽ എന്തായിരുന്നു നമ്മുടെ വിഷയം? ആരാണ് ബോവസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം ബോവസിന്റെ ക്വാളിറ്റീസ്, അതുപോലെ റൂത്തിന്റെ ക്വാളിറ്റീസ് ആൻഡ് ദി ഓണർ അക്കോർഡഡ് ടു റൂത്ത് ഫോർ ഹെർ ക്വാളിറ്റീസ്. ഇത്രയുമാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഏറ്റവും അവസാനത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ടു ബോവസ് ദ റിഡീമർ. 3-ാമത്തെ ചാപ്റ്റർ ഇതാണ്, ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക്. വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് എന്ന് പറയാം.
കാരണം ഒന്നാമത്തെ അധ്യായം നമ്മൾ അവസാനിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു എന്താണ്, രൂത്തും നവമിയും ഈ കൊയ്ത്തിന്റെ ആരംഭകാലത്ത് അവർ ബേത്ലഹേമിലേക്ക് എത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായം അവസാനിച്ചത്. രണ്ടാമത്തെ അധ്യായം അവസാനിക്കുമ്പോഴോ യവത്തിന്റെ ബാർലി ഹാർവെസ്റ്റ് എന്നാണ് ആദ്യത്തെ ഭാഗം. ബാർലി ഹാർവെസ്റ്റും വീറ്റ് ഹാർവെസ്റ്റും യവ കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും അവസാനിച്ചിരിക്കുന്നു. അപ്പം ഈ മൂന്നാമത്തെ അധ്യായത്തിൽ എന്താണ്, കൊയ്ത്ത് കാലം കഴിഞ്ഞ് നടക്കുന്ന സംഭവങ്ങൾ, അതായത് ഏകദേശം 2 മാസം 3 മാസം കഴിഞ്ഞ് നടക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് മൂന്നാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ എന്താണ്, സീക്കിംഗ് എ സ്യൂട്ടബിൾ ആൻഡ് സേഫ് ഷെൽട്ടർ ഫോർ റൂത്ത്. രൂത്തിന് സുരക്ഷിതമായിട്ടും സേഫ് ആയിട്ടും ഒരു വിശ്രാമ സ്ഥലം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. കാരണം ആദ്യത്തെ ഭാഗം നവമി രൂത്തിന് എങ്ങനെയെങ്കിലും ഒരു വിശ്രമ സ്ഥലം ഉണ്ടാക്കണം എന്നുള്ള രീതിക്ക് കുറെ പ്ലാനും പദ്ധതിയും ഒക്കെ ഇടുന്നു. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാനും പദ്ധതിയും രൂത്തിന്റെ രീതിയിൽ രൂത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് പ്ലാനും പദ്ധതിയും. മൂന്നാമത്തെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബോവസ് ഇതിനെല്ലാം വേണ്ടിയിട്ട് നടത്തുന്ന കുറെ പ്ലാനും പദ്ധതിയും. എന്നാൽ ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്താണ്, ഇവരുടെ എല്ലാം ഈ പ്ലാനും പദ്ധതികളുടെ ഒക്കെ മുകളിൽ കൂടി ദൈവത്തിന്റെ ഒരു വലിയ പ്ലാനും പദ്ധതിയും അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഈ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രകാരമാണ്. ആദ്യത്തെ ഭാഗത്ത് നവമിയുടെ ഒരു ജ്ഞാനത്തിൽ നിറഞ്ഞ അല്ലെങ്കിൽ സ്നേഹത്തിലും കരുതലിലും നിറഞ്ഞതായിട്ടുള്ള പദ്ധതി, രൂത്തിന്റെ അനുസരണത്തിൽ നിറഞ്ഞ ഒരു എക്സിക്യൂഷൻ, ഒബീഡിയൻസിലൂടെയുള്ള ഒരു എക്സിക്യൂഷൻ, അവസാനത്തെ ഭാഗത്ത് ബോവസിന്റെ ദൈവികമായിട്ടുള്ള പ്രതികരണം, ഡിവൈൻ റെസ്പോൺസ് ഓഫ് ബോവസ്. ഇതാണ് മൂന്നാം അധ്യായത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ നോക്കാം. ഒന്നാമത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രൂത്തിന് വേണ്ടിയിട്ട് നവമി ഒരു വിശ്രാമ സ്ഥലം വേണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ്. ഫ്രം വേഴ്സസ് 1 to 5 അതാണ് അതിന്റെ ഒരു ഉദ്ദേശം. So Naomi is trying to find a true home for her daughter-in-law, ensuring her rescue and redemption. നവമി തന്റെ മരുമകൾക്ക് ഒരു യഥാർത്ഥ വിശ്രാമ സ്ഥലം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. ഒപ്പം അവളുടെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. ഈ നവമിയുടെ ഒരു സ്വഭാവം നമ്മൾ ഈ ഒരു 3 അധ്യായങ്ങളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, ഒന്നാം അധ്യായത്തില് ഇനിയും ഈ മക്കളും ഇല്ല, മരുമക്കളും വേണ്ട, അവരെല്ലാം അവരുടെ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ ഭവനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പൊക്കോ, നിങ്ങൾ ഇനിയും ഒരു കല്യാണം കഴിച്ച് നിങ്ങളുടെ ഭർത്താവിന്റെ വിശ്രാമ സ്ഥലത്ത് നിങ്ങൾക്ക് വിശ്രമിക്കാൻ സാധിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന ഒരു നവമിയാണ്, അല്ലെങ്കിൽ വളരെയധികം പ്രയാസത്തോടെ അവരെ വിട്ടുപോയി പിരിയാൻ നിൽക്കുന്ന നവമിയാണ് നമ്മൾ ഒന്നാം അധ്യായത്തിൽ കണ്ടത്, അല്ലേ? എന്നാൽ ഈ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രക്ഷയും അല്ലെങ്കിൽ വീണ്ടെടുപ്പും വിശ്രാമവും ഒന്നും മോവാബിന്റെ വയലുകളിലല്ല. ഇവരിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നല്ലേ. ആ മോവാബിന്റെ വയലുകളിലല്ല, മറിച്ച് ദൈവജനത്തിലാണ് യഥാർത്ഥ രക്ഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് രക്ഷയും വീണ്ടെടുപ്പും ഒരു വിശ്രാമ സ്ഥലവും ഉറപ്പുവരുത്തുന്ന നവമിയാണ്. പ്രതീക്ഷയോടെ അതിനുവേണ്ടി ശ്രമിക്കുന്ന നവമിയെ, ദുരിതത്തിന്റെയും സങ്കടത്തിന്റെയും ഒക്കെ പ്രയാസത്തിൽ നിന്ന് തന്റെ മരുമകൾക്ക് വേണ്ടി ഒരു പുതിയ സ്ഥലം കണ്ടെത്തുന്ന നവമി എന്ന അമ്മായിയമ്മയാണ് നമുക്ക് ഈ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ആഗ്രഹമാണ് നവമി ഈ ഒരു 5 വാക്യങ്ങളിൽ പ്രകടിപ്പിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മാതാപിതാക്കളാണ് മക്കൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനയൊക്കെ നടത്തുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ അതിന് അല്പം വ്യത്യസ്തമായിട്ട് അമ്മായിയമ്മയാണ് മരുമകൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചന നടത്തുന്നത്. അതായത് ഈ രൂത്തിന്റെ 2ാം വിവാഹം എന്ന് പറയുന്നത് ഉറപ്പിക്കുന്നത് തന്നെ ആരാണ്? ഇവിടെ തന്റെ അമ്മായിയമ്മയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യത്യസ്തമായ കാര്യം. അതിനുശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് നവമി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് രൂത്തിന് കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്? ഒന്ന്, അവളോട് പറയുകയാണ്, ബോവസ് ആരാണ്? ബോവസ് നമ്മുടെ ചാർച്ചക്കാരനാണ്. ഹീസ് അവർ റിഡീമർ. അവൻ ഇന്ന് രാത്രി എന്ത് ചെയ്യാൻ പോവാണ്? കളത്തിൽ യവം പാറ്റുന്നു. ഹീസ് വിനോയിങ് എന്നുള്ളതാണ് പറയുന്നത്. നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. എന്താണ്? വാഷ് therefore and anoint yourself and put on your cloak and go down to the threshing floor, but do not make yourself known to the man until he has finished eating and drinking. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണം എന്ന് അവൻ പറഞ്ഞു തരും.
ബൈബിള് കണ്ടിടത്തോളം വളരെയധികം ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് അവിടെ ഒരു അമ്മായിയമ്മ നടത്തുന്നത് അല്ലെ, അതും തന്റെ മരുമകൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഈ ഒന്നാമത്തെ ഭാഗത്ത് നവോമിയുടെ പദ്ധതിയായിട്ട്, നവോമിയുടെ പ്ലാനിങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും അവിടെ നിന്ന് ഈ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ വീട്ടിൽ ഒരുപക്ഷെ നവോമിയും രൂത്തും കൂടെ സംസാരിക്കുന്ന ഒരു സെറ്റിംഗിലാണ് ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇരിക്കുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സെറ്റിംഗ് ഒക്കെ മാറുകയാണ്. എന്താണ് സെറ്റിംഗ്? ദ ഈവൻസ് ഇൻ ദ ത്രഷിംഗ് ഫീൽഡ്, അതായത് ബോവസിന്റെ മെതിക്കളത്തിൽ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളിലേക്കാണ് 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ നവമി ഓൾറെഡി രൂത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നടക്കാൻ പോകുന്നത്. അവൻ ഇന്ന് കളത്തിൽ യവം പാറ്റുന്നു അല്ലെങ്കിൽ യവം തൂറ്റുകയാണ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഹീസ് വിന്നോയിങ് ബാർലി ടു നൈറ്റ് ഇൻ ദ ത്രഷിംഗ് ഫീൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു വേദഭാഗം നമുക്ക് സെറ്റിംഗ് എന്നുള്ള രീതിക്ക് നമുക്ക് കുറച്ച് ചിന്തകൾ നൽകുന്നുണ്ട്. അതായത് ഈ പാറ്റുക അല്ലെങ്കിൽ തൂറ്റുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. വിനോയിങ് എന്ന് പറയുന്നത് ആഫ്റ്റർ ത്രഷിംഗ് ദ ഗ്രെയിൻ മസ്റ്റ് ബി വിനോഡ് ടു റിമൂവ് ദ ചാഫ്, അതായത് കതിരിൽ നിന്ന് അല്ലെങ്കിൽ ആ നല്ല ധാന്യം എടുക്കത്തക്കവണ്ണം പതിരനെ നീക്കിക്കളയുന്ന ഒരു നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടെങ്കിലും ഉള്ള കാര്യമാണ്. എന്താണ്? ഒരു കാറ്റിൽ പറത്തി വേർതിരിക്കലാണ് ഈ വിനോയിങ് അല്ലെങ്കിൽ പാറ്റുക എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കാറ്റിൽ ഇതിങ്ങനെ പറത്തുമ്പം അതിന്റെ തൊലിയും അങ്ങനെ ആവശ്യമില്ലാത്ത അഴുക്കുകളെല്ലാം മാറിപ്പോവുകയും കതിരായിട്ടുള്ളത് സൂക്ഷിക്കുകയും ചെയ്യും അല്ലെ. അപ്പം ഈ വിനോയിങ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിന്ത അവിടെ നൽകുന്നുണ്ട്. അതായത് കതിര്, ഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ ഗുഡ്നെസ്, വെൽനെസ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ന സത്തയെ പറ്റി ചിന്തിക്കുക. പതിര് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം പുറമോടികൾ, അപ്പിയറൻസസ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരവും അങ്ങനെയുള്ള പുറമോടികളും അങ്ങനെ ആവശ്യമില്ലാത്തതായിട്ടുള്ള തിന്മകളായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നമ്മളായ വിശ്വാസികളെ പാറ്റാൻ 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് സാത്താനും ഒന്ന് ക്രിസ്തുവും. സാത്താന്റെ ഉദ്ദേശം എന്തായിരിക്കും? പതിരിനെ ഇങ്ങനെ പുറമോടികളെയും നമ്മുടെ അഹങ്കാരത്തെയും നമ്മുടെ ഉള്ളിലുള്ള ദോഷത്തെ എല്ലാം വളരെയധികം സൂക്ഷിച്ച് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ന നമ്മെ തന്നെ നശിപ്പിച്ചു കളയുക, നമ്മുടെ ഉള്ളിലെ നന്മയെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് സാത്താന്റെ ഉദ്ദേശം. ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താണ്? വെളിയിലുള്ള പുറമോടികളും തിന്മയും എല്ലാം നശിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ന സത്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സത്തയെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ഉദ്ദേശം. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, കാറ്റിലാണ് ഈ വേർതിരിക്കൽ നടക്കുന്നത് അല്ലെ. അപ്പം ഈ കാറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ സിമ്പലാണ്? വിൻഡ് ഇസ് എ സിമ്പൽ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ സിമ്പലാണ്. അപ്പം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഈ പതിരനെ, പുറമോടികളെ, ദോഷമായിട്ടുള്ളതിനെ എല്ലാം നമ്മളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നല്ലതിനെ സംരക്ഷിക്കുവാനുള്ള ഒരു ആഹ്വാനമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തെ ചിന്തിക്കാൻ സാധിക്കും. ഇറ്റ് ഇസ് ആൻ എക്സോർട്ടേഷൻ to remove the chaff and to preserve what is good in the fullness of Holy Spirit. അപ്പം ഈ ഒരു ഭാഗത്തിന്റെ സെറ്റിംഗ് നമുക്ക് തരുന്ന ഒരു ചിന്തയാണ് ആദ്യത്തെ ഭാഗം നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് ഇവിടെ രൂത്ത് അമ്മായിയമ്മയുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കേട്ടിട്ട് വളരെയധികം അനുസരണയോടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പതിർ മാറ്റി അതിന് കാവൽ കിടക്കുന്ന ബോവസിന്റെ കാൽക്കൽ കിടക്കുന്ന പുതപ്പ് നീക്കി അവന്റെ കാൽക്കൽ കിടക്കുകയാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും അല്ലെ. രൂത്ത് ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ്. നവമിക്ക് ഇങ്ങനെയുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പോലും രൂത്തിന്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത നമുക്കും ഉണ്ടായിരിക്കും അല്ലെ. അപ്പം അവിടെയാണ് അത് തെളിച്ചു പറയുന്നത്. ഒന്ന്, obedience to Naomi's instructions indicates that Ruth has no objection in accepting Boaz as her husband. നവമിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതിലൂടെ ബോവസിനെ തന്റെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നതിൽ രൂത്തിന് വിരോധമില്ല എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കുന്നത്. രണ്ടാമതായിട്ട് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? I am your servant Ruth, spread the corner of your garment over me since you are a redeemer of our family. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടയണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്നുള്ളത് പറയുന്നത് രൂത്തിന്റെ ഈ ഒരു അപേക്ഷ വിവാഹത്തിനുള്ള അവളുടെ സമ്മതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം രൂത്തിന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയും ഒരു ക്ലാരിറ്റിയാണ് ഈ രണ്ടാമത്തെ ഭാഗം നമുക്ക് നൽകുന്നത്.
അപ്പം ആദ്യത്തെ ഭാഗം എന്തായിരുന്നു? നവമിയുടെ പ്ലാനിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗത്ത് അനുസരണയോടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന രൂത്തിന്റെ ആറ്റിറ്റ്യൂഡിനെയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദ ഡിവൈൻ റെസ്പോൺസ് ഓഫ് ബോവസ്. ബോവസിന് ഇനിയും ഇവിടെ സത്യം പറഞ്ഞാൽ ബോവസിന്റെ പ്രതികരണം എങ്ങനെ മാറിയിരുന്നെങ്കിൽ ഇത് മുഴുവൻ അങ്ങ് മാറിപ്പോയേനെയും അല്ലേ? അവിടെയാണ് ബോവസിന്റെ ദൈവികമായിട്ടുള്ള പ്രതികരണത്തിന്റെ പ്രത്യേകത. ദ ഡിവൈൻ റെസ്പോൺസ് ഓഫ് ബോവസ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ബോവസ് അവിടെ പ്രതികരിക്കുന്നത്? ആദ്യത്തെ വാക്ക് തന്നെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ രൂത്തിനെ അനുഗ്രഹിക്കുന്നു. ഹി ബ്ലെസ്സസ് രൂത്ത്. രൂത്തിനെ അനുഗ്രഹിക്കുന്ന വാക്കുകളാണ് ആദ്യം അവന്റെ വായിൽ നിന്ന് വരുന്നത്. രണ്ടാമതായിട്ട് ഹി മെയിൻറ്റെയിൻ ദ സാങ്ക്ടിറ്റി ഓഫ് ഹിസ് ഇന്റൻഷൻസ് ആൻഡ് ഹിസ് സെൻസ് ഓഫ് എത്തിക്സ് ആൻഡ് മൊറാലിറ്റി. അവൻ തന്റെ സന്മാർഗിക ബോധവും നിയമങ്ങൾ പാലിക്കപ്പെടണം എന്ന ഉദ്ദേശശുദ്ധിയും അവിടെ നിലനിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്ത് സംഭവിക്കുകയാണ്? അവിടെ ബോവസിന് അറിയാം രൂത്തിന് മറ്റൊരു കുറച്ചുകൂടി ക്ലോസർ ആയിട്ടുള്ളൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഇതിനും ഒരു ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. നമ്മൾ ആവർത്തന പുസ്തകം ഡ്യൂട്ടറോണമി ചാപ്റ്റർ 25 ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ തന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എന്നാൽ മക്കൾ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ സഹോദരനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനോ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എന്താണ്? ഈ സ്ത്രീയെ അവൾക്ക് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. അതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണപ്പെട്ടു പോയ സഹോദരന്റെ വംശാവലി ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു റൂളാണത്. അപ്പം ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു, എന്നാൽ അവർക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സഹോദരനോ, അതായത് ഈ മരിച്ചുപോയ ഭർത്താവിന്റെ സഹോദരനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനോ ആ സ്ത്രീയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയും അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹോദരൻ ഇല്ല, അങ്ങനെ ഒരു ചാർച്ചക്കാരന് ഇങ്ങനെ ഒരു വീണ്ടെടുപ്പിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന ഏറ്റവും അടുത്ത ചാർച്ചക്കാരന് ഈ വീണ്ടെടുപ്പ് നിവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ആവർത്തന പുസ്തകം 25-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ബോവസിനറിയാം ബോവസിനെക്കാട്ടിലും വളരെയധികം ഈ കുടുംബത്തിനോട് വേണ്ടപ്പെട്ട ഒരു ചാർച്ചക്കാരൻ ഇവർക്കുണ്ട്. അപ്പം അദ്ദേഹം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ബോവസിന് ഒരു ചാൻസ്. അപ്പം ഇവിടെ എല്ലാം കൊണ്ടും രൂത്തിനെ അല്ലെങ്കിൽ ഇഷ്ടമായിട്ട് പോലും എന്താണ് അവിടെ ബോവസ് തന്റെ ഉദ്ദേശശുദ്ധി അവിടെ നിലനിർത്തുകയാണ്. അതുപോലെ തന്നെ നിയമം പാലിക്കപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. എന്നിട്ട് ഒരു വലിയ വാഗ്ദാനം അവിടെ വെച്ച് നൽകുകയാണ്. എന്താണ്? ഹി പ്രോമിസ്ഡ് റൂത്ത് ദാറ്റ് ഹി ഹിംസെൽഫ് വിൽ റിഡീം ഹെർ ഇഫ് their close relative is not ready to do so. അവരുടെ അടുത്ത ബന്ധു തയ്യാറായില്ലെങ്കിൽ താൻ തന്നെ അവളെ വീണ്ടെടുക്കും എന്നുള്ള ഉറപ്പ്, ഒരു വാഗ്ദാനം അവിടെ വെച്ച് നൽകുകയാണ്. അതിനുശേഷം വെറും കൈയോടെ അല്ല അവളെ വിടുന്നത്. എന്താണ്? ബോവസ് സെൻസ് റൂത്ത് ഓഫ് വിത്ത് 6 measures of barley as a gift to നവമി. നവമിക്ക് സമ്മാനമായിട്ട് ബോവസ് 6 ഇടങ്ങഴി യവം അവളുടെ പുതപ്പിലേക്ക് ഇട്ട് നൽകിയാണ് രൂത്തിനെ തിരിച്ചയക്കുന്നത്. ഇതിനും ഒരു 2 സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണ്? ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തു വിടുന്നതിലൂടെ വീണ്ടെടുപ്പ് നടക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. The gift is a promise that redemption of Ruth is assured. അതുപോലെ തന്നെ 6 എന്നുള്ള നമ്പർ നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. 6 കൽഭരണയുടെ ഒക്കെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ അൺഫുൾഫിൽഡ് സ്റ്റേറ്റിനെ കാണിക്കുന്നതാണ് ഈ 6 എന്നുള്ള നമ്പർ. ഇത് എപ്പോഴാണ്? രൂത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നതിലൂടെ ഈ ഒരു ഉറപ്പ് ഫുൾഫിൽ ആകും, കംപ്ലീറ്റ് ആകും എന്നുള്ളതും കൂടെയാണ് അവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം ഇത്രയുമേ ഉള്ളൂ ഈ ഒരു 3 ചാപ്റ്ററിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പുസ്തകത്തിന്റെ ചിത്രീകരണ രീതിയെ പറ്റി പറഞ്ഞു, ഓഥർ ആരാണ്? പ്രോഫറ്റ് സാമുവേൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഏത് കാലഘട്ടത്തിലാണ്? ഇറ്റ് കുഡ് ബി either BC 4th or 5th century or it could be 1300 BC എന്നുള്ളത് പറഞ്ഞു. രൂത്തിന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ പറ്റി പറഞ്ഞു. എന്തൊക്കെയാണ്? മോവാബിൽ വെച്ചുണ്ടായ ദുരന്തം, അതിനുശേഷം തിരിച്ചു വരുവാനുള്ള തീരുമാനം, Ruth's loyal commitment and their arrival in Bethlehem. ഇതാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ ഉള്ളടക്കം. ആ തിരിച്ചുവരവ് എന്നുള്ളത് വീണ്ടെടുപ്പിന്റെ മുൻകുറിയായിട്ട് പ്രീകഴ്സർ ഓഫ് റിഡംഷൻ എന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ ജൂസ് ആൻഡ് മോവാബൈറ്റ്സ് ഇവർ തമ്മിലുള്ള ബന്ധവും ഡിസ്ട്രസ്റ്റും എനിമിറ്റിയുടെ ഒക്കെ കാരണവും നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഇനി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ എന്താണ്? Who was Boaz? Boaz was the relative of Elimelech and he was a very affluent person and he was the son of ആരായിരുന്നു?
ശൽമോന്റെയും രാഹാബിന്റെയും മകൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ബോവസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശക്തി, സ്ട്രെങ്ത്, ബലം. പവർ, ശക്തി, ബലം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതേ അർത്ഥമുള്ള മറ്റ് 2 പേരുണ്ട് വേദപുസ്തകത്തിൽ. ആരൊക്കെയാണ്? ഗിദിയോനും വെരി ഗുഡ്. ഗിദിയനും ജെഫ്തായും, ഇങ്ങനെ 2 പേരുണ്ട്. അതുപോലെ ബോവസ് എന്ന പേരുള്ള ഒരു വസ്തു ഉണ്ട് ബൈബിളില്. ഏതാണ്? ലെഫ്റ്റ് പില്ലർ ഓഫ് ദി സോളമൻസ് ടെമ്പിൾ, ശലോമോന്റെ ദേവാലയത്തിന്റെ ഇടതുവശത്തെ സ്തൂപം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആരുടെ മുൻകുറിയാണ്? ക്രിസ്തുവിന്റെ മുൻകുറി. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ രക്ഷയുടെ മുൻകുറിയായിട്ട് ഈ ബോവസിന്റെ രക്ഷ അല്ലെങ്കിൽ ബോവസ് നടത്തിയ വീണ്ടെടുപ്പ് ക്രിസ്തുവിന്റെ രക്ഷയുടെ മുൻകുറിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം ബോവസിന്റെ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു. റൂത്തിന്റെ ക്വാളിറ്റീസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു റൂത്തിന്റെ ക്വാളിറ്റീസ്? അത് 10 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. എന്തൊക്കെയാണ്? ഡിലിജൻസ്, ഉത്സാഹം, ഡിസയർ ഓർ സീൽ ടു നോ ഗോഡ്, ദൈവത്തെ അറിയുവാൻ ഉള്ള ആഗ്രഹം, തീക്ഷ്ണത. അതുപോലെ തന്നെ പിന്നെന്താണ്? ഡെഡിക്കേഷൻ ടു ഗോഡ്, ദൈവിക സമർപ്പണം, സാക്രിഫീഷ്യൽ ആറ്റിറ്റ്യൂഡ്, ത്യാഗ മനോഭാവം. അതിനുശേഷം ഏറ്റവും അവസാനം ഹ്യൂമിലിറ്റി ആൻഡ് പെർസിസ്റ്റൻസ്, വിനയവും സ്ഥിരോത്സാഹവും. ഇതൊക്കെയാണ് റൂത്തിന്റെ ക്വാളിറ്റീസ്. അതിന് ബോവസും ദൈവവും നൽകുന്ന പ്രതിഫലമാണ് നമ്മൾ 3-ാമത്തെ ഭാഗത്ത് കണ്ടത്. ഇനിയും അതിനുശേഷം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ ഏറ്റവും ഉദ്ദേശം എന്തായിരുന്നു? To seek a shelter, a secure, safe and secure shelter for Ruth എന്നുള്ളതാണ് 3-ാമത്തെ അധ്യായത്തിന്റെ ഉദ്ദേശം. അതിന് നവമി നടത്തുന്നതായിട്ടുള്ള ഒരു പ്ലാനിങ്, അതിന്റെ ഒരു ഒബീഡിയൻസോടുള്ള ഒരു എക്സിക്യൂഷൻ ആണ് 2-ാമത്തെ ഭാഗത്ത് മെതിക്കളത്തിലെ സംഭവങ്ങളിൽ നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ബോവസിന്റെ ദൈവിക പ്രതികരണം, ദ ഡിവൈൻ റെസ്പോൺസ് ഓഫ് ബോവസ്. ഇതാണ് 3-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം. ഓക്കെ ആണല്ലോ? ഇത്രയൊക്കെയാണ് ഈ ഒരു 3 ചാപ്റ്റേഴ്സിൽ നിന്ന് ഉദ്ദേശിച്ചത്. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും ചോദിച്ചാൽ മതി. ടീനായിട്ട് അടുത്താണെങ്കിലും മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഒരു അവസരത്തിനായിട്ട് എന്നെ വിളിച്ചത് ടീന ആണ്. ഒത്തിരി ഓർത്തതിന് വളരെയധികം പ്രത്യേകിച്ച് നന്ദി. ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അതുപോലെ ആമുഖമായിട്ട് കുറെ വാക്കുകൾ പറഞ്ഞ ജിജി, താങ്ക് യു സോ മച്ച്. അച്ഛ, ഒത്തിരി നന്ദി. ഇങ്ങനെ ഒരു അവസരത്തിൽ പിന്നെയും വിളിച്ച് ഇവരെല്ലാം കാണാൻ ഒരു അവസരം ഒരുക്കി തന്നതിന് വലിയ നന്ദി അച്ഛ. എല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു അച്ഛമ്മ. വോട്ട് ഓഫ് താങ്ക്സ്. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് എന്നേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അനീഷ് അച്ഛൻ, ഡാലിയ കൊച്ചമ്മ, കൂടി വന്നിരിക്കുന്ന എല്ലാവരുമേ, ഇന്നേ ദിവസം ക്ലാസ് എടുത്തു തന്ന ഡാലിയ കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സമയത്ത് ഏഷ്യ പസഫിക് ക്യൂൻസ്ലാൻഡ് സിഡ്നി റീജിയന്റെ ഈ 2ാമത്തെ ക്ലാസ്സിന് കൊച്ചമ്മയെ കിട്ടിയത് ഏറ്റവും ഭാഗ്യമായി തന്നെ കരുതുന്നു. കൊച്ചമ്മയെ നേരിട്ട് പരിചയമില്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൊച്ചമ്മയുടെ ക്ലാസ്സുകളാണ് എക്സാം പ്രിപ്പറേഷനും എല്ലാം വേണ്ടി കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചമ്മ വളരെ സുപരിചിതയാണ്. When it comes to the Martha Mariam Central Exam Preparation, Kochama's classes has become an ultimate guide and reference over the past few years. So കൊച്ചമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും ദൈവം വളരെയധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൊച്ചമ്മയുടെ വാക്കുകളിലൂടെ തന്നെ പറഞ്ഞാൽ കേവലം ഒരു എക്സാം പ്രിപ്പറേഷൻ അല്ലാതെ വേദപുസ്തകത്തിലെ 2 പുസ്തകങ്ങൾ കൂടി പഠിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. റൂത്തിനെ പോലെ സ്നേഹവും കരുതലും ഉത്സാഹവും ഉള്ള വിനയവും ഉള്ളവരായി ജീവിതത്തിൽ മാറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ജസ്മിൻ. താങ്ക് യു കൊച്ചമ്മ വൺസ് അഗൈൻ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. വീണ്ടും ഇതുപോലെ നമ്മൾ ആവശ്യപ്പെടും. അപ്പോൾ കൊച്ചമ്മയുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. സത്യത്തിൽ ഞാനും ചാർജ് എടുത്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ഒന്ന് സെൻട്രലൈസ്ഡ് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈ ടൈം സോൺ ഡിഫറൻസ് ആണ് നമുക്ക് അങ്ങോട്ട് സെൻട്രലൈസ്ഡ് ആക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഈ ചില സോണുകൾ മാത്രം ക്ലബ് ചെയ്ത് ഇത് നടക്കുന്നത്. മോസ്റ്റ്ലി കുറച്ച് സോണുകൂടെ ഇതിനകത്തിൽ ആഡ് ചെയ്യാൻ തക്കവണ്ണോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വരും വർഷങ്ങളിൽ നമ്മൾ ആ രീതിയിൽ നമ്മളത് ക്രമീകരിക്കും. ജിതിനച്ഛനോടും മക്കളോടും ഞങ്ങളുടെ അന്വേഷണം പറയുക. ഓക്കെ, അപ്പൊ താങ്ക് യു. ഉറപ്പായിട്ടും അച്ഛാ. താങ്ക് യു. പ്രാർത്ഥിക്കാം.
ശുദ്ധോളമാവ ശുദ്ധമുള്ള എൻ്റെ ഒരു നാമത്താൽ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ത്രാന്റെ സ്ലീമായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റോഗാതൽകൂടിയിരിപ്പിൻ്റെ ഭവനങ്ങളെ ക്ഷമിക്കണം. ദൈവമായ കർത്താവ് നേരമൊക്കെ എല്ലാ സമയങ്ങളിലും എൻ്റെ ദൈവത്വത്തിൻ്റെ ചിറകും കിഴി എന്നേക്ക് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. താങ്ക് യു. ഗുഡ് നൈറ്റ്. എക്സെപ്റ്റ് ഡാലിയ കൊച്ചമ്മ. Thank you.